സെലക്റ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് അടിപൊളി സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയുള്ള ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും സൂപ്പർ ആയിട്ട് സ്കോർ ചെയ്യാനുള്ള എല്ലാ വഴികളും ഫ്രീ ആയിട്ടുള്ള ക്വിസ് സീരീസ് എല്ലാം പറഞ്ഞു തരാം. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ പഠിക്കണം. ഇതിന്റെ PDF എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോഴേ നമസ്കാരം, ഞാൻ ഇംതിയാസ് ഖാൻ ഫാൽക്കണെക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയുള്ള ദിവസം കൊണ്ട് തന്നെ നമ്മൾ ആ മാജിക് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുക. ആദ്യമായിട്ടുള്ളവരുണ്ടോ പറഞ്ഞറിയിക്കണേ. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒന്നൊന്നിന്ന് ചെയ്തു പോകാം. ഒത്തിരി റിപ്പീറ്റഡ് റെലവന്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ശരി. അപ്പൊ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇത് നോക്കിയേ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുരേഖയായിട്ട് നൽകാൻ സാധിക്കുന്നത് ഈ കൂട്ടത്തിൽ ഏതൊക്കെയാന്നുള്ള ചോദ്യം നോക്കിയാലോ. ഏതൊക്കെയാ? മറ്റൊരാളുടെ ചികിത്സാ രേഖ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾ പോസ് ചെയ്ത് നോക്കണം, ഞാൻ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് തരാം. എനിവേ എക്സാമിന് ഇരുന്ന് ചെയ്യുവാന്ന് ഓർത്ത് ചെയ്യണം. ഓക്കെ, അപ്പം അത് പറ്റത്തില്ല അല്ലെ. വിദേശ രാജ്യങ്ങൾ സർക്കാരിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ വിവരാവകാശ നിയമപ്രകാരം? പറ്റത്തില്ല. ഇല്ലല്ലോ. ഒരാളുടെ ജീവനുമായി ബന്ധപ്പെട്ടത് പറ്റത്തില്ല, വിദേശ രാജ്യത്തെ വിവരങ്ങൾ പറ്റത്തില്ല, മെയിൻ സീക്രട്സ്. പാർലമെന്റ്, നിയമസഭാ സമാജകരുടെ അവകാശ ലംഘനമായേക്കാവുന്ന രേഖകൾ, അവകാശ ലംഘനമായേക്കാവുന്ന രേഖകൾ എങ്ങനെ വെളിപ്പെടുത്തും? അതും പറ്റത്തില്ല. മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റ്, ഇതേ പല എക്സാമുകൾക്കും സ്പെഷ്യൽ ടോപ്പിക്സിന്റെ അകത്ത് കയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് പഠിച്ചോണം. വിവരാവകാശ നിയമത്തിന്റെ ഒരു ഐഡിയ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണ്? BPL വിഭാഗമാണെങ്കിൽ ഫീസ് ഒടുക്കേണ്ടതില്ലെന്ന് ഓർത്തോണം. അതേപോലെ നമ്മുടെ 12th ലെവൽ എക്സാം, അതായത് യൂണിഫോം എക്സാമിന് ചോദിക്കുന്ന വേറൊരു ചോദ്യങ്ങളുണ്ട്. അതായത് ഏത് വിഭാഗം, ആർക്കൊക്കെയാണ് വിവരാവകാശ നിയമം അപേക്ഷിക്കുമ്പോൾ ഫീസ് കൊടുക്കേണ്ടാത്തത്? 1 BPL വിഭാഗം, 2 ഒരു തവണ അപ്ലൈ ചെയ്തിട്ടും ഉത്തരം ലഭിക്കാത്തവർക്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്താൽ ഫീസ് കൊടുക്കേണ്ടതില്ല. ഇത് രണ്ടെണ്ണവും ചോദ്യമായിരുന്നു. ബാക്ക് അടിച്ച് കേട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ, അതായത് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട എക്സ്ട്രാ പേപ്പറായി CD ആയി എന്ന് വെച്ചോ, അപ്പൊ അധികം ഫീസ് കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിലാണ് ഫീസ് കൊടുക്കേണ്ടത്? എത്ര ദിവസത്തിനകമാണെന്നറിയാം? അതിന്റെ കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ലെന്ന് ഓർത്തു വെച്ചോണം. റെഡി അല്ലേ? സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? വിവരാവകാശവും പിന്നെ മനുഷ്യാവകാശത്തിന്റെ ആണെങ്കിലും കാലാവധി ഇത് പഠിച്ചു വെച്ചോണം. 3 വർഷം എന്നുള്ളത് അറിഞ്ഞോണേ കേട്ടോ. 3 വർഷം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത്, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുന്നു. ഒരു അപേക്ഷ നമ്മൾ അപ്ലൈ ചെയ്തേ, അത് വിസമ്മതിക്കുന്നു, അല്ലെ വിവരം നൽകുന്നില്ല, അല്ലെ തെറ്റായ വിവരമാണ് നൽകുന്നത്, അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നതും പൂർണ്ണമല്ലാത്ത അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയും ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്നത് 25,000 രൂപയാണെന്ന് ഓർത്തോണം കേട്ടോ. 250 തൊട്ട് 25,000 രൂപ വരെയാണ്. അപ്പൊ 25,000 ആണ് മാക്സിമം. റിപ്പീറ്റഡ് ചോദ്യമാണ്. സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം എന്ന December 10 ആണ്. റിപ്പീറ്റഡ് ചോദ്യം. റെഡി? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും വിവരാവകാശത്തിന്റെ ഒക്കെ വർഷങ്ങൾ ഇപ്പം സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാമല്ലോ. 3 വർഷം. ഇപ്പൊ 2 തവണ ആയല്ലോ ഈ ചോദ്യം. ഇനി മറക്കത്തില്ലല്ലോ, ഒരിക്കലും മറക്കരുതേ. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. നോർത്തെ എത്ര മണിക്കൂറിനകം കസ്റ്റഡി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര മണിക്കൂറിനകവാ? 24 മണിക്കൂറിനകം. ഇമ്പോർട്ടന്റ് റെലവന്റ് ചോദ്യം. ഇനി നോക്കിക്കേ, നെൽസൺ മണ്ടേല റൂൾ എന്നറിയപ്പെടുന്നത്, അടിപൊളി ചോദ്യമാണ്. നെൽസൺ മണ്ടേല റൂൾ എന്നറിയപ്പെടുന്നത് പ്രമാണം ഏതാണ് ഈ കൂട്ടത്തിൽ? എന്ത് ചെയ്യും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, GK-കളൊക്കെ എല്ലായിടത്തുനിന്നും പഠിക്കുന്നുണ്ട്. ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം ഇനിയുള്ള കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ ഒരു 3-4 ഇരട്ടിയായിട്ട് പെർഫോം ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ പലയിടത്തുനിന്നും പഠിക്കും. പക്ഷേ എക്സാമുകളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് കാണുമ്പം ഒന്നേന്ന് ബബിൾ ചെയ്യാൻ തോന്നും അല്ലെ. ഇത് കാണുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാനുള്ള ടെൻഡൻസി കൂടി വരും. അതിന് ചെയ്യരുത്. അത് ചെയ്യരുതാതിരിക്കാനും പിന്നെ നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനും വേണ്ടി ഫ്രീ ക്വിസ് സീരീസ് ഉണ്ട്. അത് എവിടാന്നുള്ളത് പറഞ്ഞുതരാം. അത് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും എക്സാം കഴിയുമ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞിരിക്കും ഒത്തിരി രക്ഷപ്പെട്ടു, ഒത്തിരി നെഗറ്റീവ്സ് കുറഞ്ഞു, ഒത്തിരി എക്സ്പെക്ടഡ് ചോദ്യങ്ങൾ കിട്ടിയത്. ഓക്കെ, ശരി. ഇതിൽ ഏത് കൊടുക്കും? അറിയത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പഠിച്ചേ. ഉത്തരവിധ 1955-ലത്തെ സ്റ്റാൻഡേർഡ് മിനിമം റൂൾ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ് എന്നുള്ളതാണ് നെൽസൺ മണ്ടേല റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കിക്കേ. അറിയാമെങ്കിൽ ചെയ്യണം, ഇല്ല സ്കിപ്പ് ചെയ്ത് ഇപ്പൊ പഠിക്കണം. അങ്ങനെ എങ്കിലേ എക്സാമുകളിൽ പറ്റത്തുള്ളേ. നോക്കിക്കോണേ. മനുഷ്യാവകാശ ലംഘനത്തിനായി ലംഘനമാകുന്നതായി
ആരോപിക്കപ്പെട്ട പ്രവൃത്തി ചെയ്ത് മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണം വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. അതായത് ഒരു മനുഷ്യാവകാശ ലംഘനം നടന്നെന്ന് വെച്ചോ, എത്ര നാൾ കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ചോദ്യം ഒരു തവണയല്ല ചോദിച്ചിട്ടുള്ളത്, ഇത് റിപ്പീറ്റഡ് ചോദ്യമാ. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അങ്ങോട്ട് ചെയ്തു പോകുന്നതിൽ ഇത് വരും. അപ്പൊ അത് പഠിച്ചു വെക്കണം. എത്ര വർഷമാ പറയുവോ? എത്രയാ? 1 വർഷമാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, 1 വർഷം. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെട്ട പ്രവൃത്തി ചെയ്ത തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ഓക്കെ, മറക്കത്തില്ലല്ലോ, റിപ്പീറ്റഡ് ചോദ്യമാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? അവൻ സെൻട്രൽ ജയിലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഊരും, അതിൽ നിന്ന് ഊരി വരും. സെൻട്രൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ ഊരും, സെൻട്രൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൻ ഊരും എന്ന് ഓർത്തോണം. അപ്പൊ ഏതാ? തവനൂരാണെന്ന് ഓർത്തോണം കേട്ടോ. ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ്, മറക്കരുത് കേട്ടോ. അതേപോലെ കുറച്ച് ചോദ്യങ്ങൾ ഇപ്പൊ വരും. ഇവിടുന്ന് തന്നെ കുറെ സാധനങ്ങൾ പഠിച്ചെടുക്കാവേ. ഇപ്പൊ സെൻട്രൽ ജയിലാണ്, സെൻട്രൽ ജയിലിലാണെങ്കിൽ അവൻ ഊരും എന്ന് ഓർത്തോണം, തവനൂരാണ്. ഇനി കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റി പ്രിവെൻഷൻ ആക്ട്, കാപ്പ നിയമമാണ് പ്രകാരം കരുതൽ തടങ്കലിൽ പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട് പാർപ്പിക്കുന്ന ജയിൽ ഏതാ അറിയാമോ? സെൻട്രൽ ജയിലാണ്. കരുതൽ തടങ്കലാണെങ്കിൽ സെൻട്രൽ ജയിലാണ്. ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്തേ. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാ? കേരള സംസ്ഥാനം രൂപം കൊണ്ട് ആരംഭിച്ച സെൻട്രൽ ജയിൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ജയിൽ തവനൂര്. കാപ്പ നിയമപ്രകാരമുള്ള സെൻട്രൽ ജയിലിലാണ് ഇടുന്നത്. ഇതൊക്കെ ഓർക്കുവോ? ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. എല്ലാ ടോപ്പിക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാ? മിനിമം ബേസിക് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏതാ സ്ഥാപനം അറിയാമോ? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇതിൽ ഏത് കൊടുത്തേനെ? അറിയത്തില്ലേ? സ്കിപ്പ് ചെയ്ത് പഠിക്കാമോ? സപ്പോസ് ഇത് അറിയത്തില്ലെന്ന് വെച്ചോ, സ്കിപ്പ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ സ്കിപ്പ് ചെയ്ത് പഠിച്ചില്ല, എക്സാമിന് പോയത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ, ഉള്ളതാണോ നോക്കണേ. നമ്മൾ ഫുള്ള് ബബിൾ ചെയ്ത് വന്നിട്ട് ഒരു 20 to 30 ക്വസ്റ്റ്യൻസ് നെഗറ്റീവ്സ് വരുന്ന ഓർത്തെ. അപ്പൊ ഒരു 30 മാർക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല 1/3 മാർക്ക് കുറയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആകെ സ്കോർ ചെയ്തതിന് താഴെ പോകും. നെഗറ്റീവ്സ് കുറച്ച് പഠിക്കണം. ഇനിയുള്ള ദിവസം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അതിന് എന്റെ കൂടെ ഒരുമിച്ച് ശ്രമിച്ചേ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് ഓർത്തോണം. വായിച്ച് 10 തവണ പഠിച്ച കാരണം ബാക്കിയുള്ള ഓപ്ഷൻസും നല്ല അടിപൊളി ടൈറ്റ് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നു അല്ലെ? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് ഓർത്ത് വെച്ചോണം. റെഡി? ശരി, അടുത്ത നോക്കിക്കേ. കേരള സംസ്ഥാനത്തിലത്തെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് എന്താണ്? എന്താണ് ആ പേര് അറിയാമോ? ഇതിൽ ഏത് കൊടുക്കും? അറിയത്തില്ല, സ്കിപ്പ് എന്നൊന്ന് പറഞ്ഞേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല, സ്കിപ്പ് ചെയ്ത് പഠിക്കണം. ഇത് വേറെ ആരും ഇങ്ങനെ പറഞ്ഞു തരത്തില്ല. എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ വാരി വരച്ച് GK പഠിക്കുന്നതിലല്ല കാര്യം, പഠിച്ച സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ, നെഗറ്റീവ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ, ഇതെല്ലാം നമുക്ക് വേണം അല്ലെ? ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും ബെസ്റ്റ്? ഏത് കൊടുക്കും? അറിയും. സ്കിപ്പ് അടിച്ചു. ഇനി ആണെങ്കിൽ ഏതാ നോക്കിക്കേ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് ആണ്. ഓക്കെ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആണ് ഓർത്തു വെച്ചോണം. ഡയറക്ടർ ജനറൽ. ഓക്കെ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആണ് ഓർത്തോണം. ഓക്കെ അല്ലേ? അപ്പം ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേരാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്. ഇനി തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാ? ആലോചിച്ച്. എക്സാം ഹോളിൽ ഇരുന്നിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചു പേരെങ്കിലും ഈ കൂട്ടത്തിൽ ഇത് കേൾക്കുന്നവർ അറിയത്തില്ല, സ്കിപ്പ് ചെയ്തു എന്നുള്ളൊരു തോന്നലിൽ എത്തിയിട്ടുണ്ട് അല്ലെ? അതൊരു ഇമ്പ്രൂവ്മെന്റ്, 1% ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ 1% ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ ആയിട്ടുണ്ട്. ഇനി ഇത് പഠിച്ചു, അപ്പൊ എക്സാമിന് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാമല്ലോ. നോക്കിക്കേ, ഏതായത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമ്മമാരോടൊപ്പം പാർക്കാൻ പറ്റും. റെഡി? ശരി, അടുത്ത് നോക്കിക്കേ. സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടുള്ളതാ? സൈക്കോ അനാലിസിസ്. ഈ ചോദ്യം ഇനിയും നമ്മൾ പോകുമ്പോഴും കാണും, കാരണം ഇത് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണം, സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാ? അപ്പൊ സൈക്കോ, അവനെ കണ്ടറിയാം ഫ്രോഡ് ആണെന്ന് പറയാം. ചുമ്മാ പറയുക, കണക്ട് ചെയ്യാൻ. സൈക്കോ ആണല്ലോ അല്ലെ? സൈക്കോ ആണ്, ഫ്രോഡ് ആണ്, ചുമ്മാ അങ്ങ് ഓർത്തോണം. മനഃശാസ്ത്ര സിദ്ധാന്തമായിട്ടുള്ള ഈ സൈക്കോ അനാലിസിസ് ആരുമായി ബന്ധപ്പെട്ട? സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് ഓർത്തോണം. ഓക്കെ, ഫ്രോയിഡ് ആണ്. റെഡി? ഫ്രോയിഡ്. റെഡിയാണോ? അടുത്ത ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള
തീവ്രവും അമിതവുമായിട്ടുള്ള ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? അതെ, ഒരു പുലി ഇപ്പൊ ചാടി കടിക്കാൻ വരുന്നു, അത് നമ്മൾ കണ്ട ഭയമ, അല്ലേ? ഇനി നമ്മൾ കാട്ടിൽ പോയാ പുലി കടിക്കുവോ? കടിച്ച ചാവുവോ? രക്ഷപ്പെടാൻ പറ്റുമോ? അതാണ് ആങ്സൈറ്റി. വ്യത്യാസം മനസ്സിലായോ? അതിന് ഉത്കണ്ഠ എന്ന് പറയും, അല്ലെ? സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായിട്ടുള്ള ആശങ്ക. നമ്മുടെ ഈ ക്ലാസ് ആണ് 99% പേർക്ക് ഇതുണ്ട്, ഞാനടക്കമുള്ളവർ. പക്ഷെ ഇത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കേട്ടെ, തോട്ട്സ് ഇല്ലേ, ഇതേ PSC ഒരു ബന്ധവുമില്ല. നിങ്ങൾ 30 സെക്കൻഡ് സ്കിപ്പ് അടിച്ച ഇതങ്ങ് മാറി കിട്ടും. പക്ഷെ ഒരു കാര്യം പറയാം, ആങ്സൈറ്റി, ചിന്തിച്ചു കൂട്ടുക, അല്ലെ? അവിടെ പോയാൽ എന്ത് സംഭവിക്കും, അവിടെ പോയി ഞാൻ ഇന്നത് പറഞ്ഞ് എന്ത് സംഭവിക്കും, അയ്യോ ആൾക്കൂട്ടം അവിടെ പോയാൽ എന്ത് പറയും, അവര് എന്നോട് എന്ത് ചോദിക്കും, അല്ലെങ്കിൽ ഇന്നത് സംഭവിക്കുമോ, ഇങ്ങനെ മനുഷ്യരെല്ലാരും ചിന്തിക്കും. എന്താണെന്ന് വെച്ചാൽ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആ, അത് നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നതാ. നമ്മൾ ഇങ്ങനെ പോയി ചെയ്താൽ എന്ത് പറ്റും, അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടണ്ടേ, ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യുന്നതാ നമ്മളെ. അതിനുവേണ്ടി അൺലിമിറ്റഡ് തോട്ട്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, ഓരോരോ തോട്ട്സ് പൊക്കോണ്ടിരിക്കും. ഈ തോട്ട്സ് എല്ലാം കയറി വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത്, കേട്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ തോട്ട്സ് എല്ലാം കൈ കൊടുക്കരുത്. പോസിറ്റീവ് തോട്ട്സിന് മാത്രം. നെഗറ്റീവ് തോട്ട്സ് ആ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തട്ടിക്കളയണം. പെട്ടെന്ന് പറ്റുമോ? ഒരിക്കലും ഇല്ല. പ്രാക്ടീസ് ചെയ്ത് കിട്ടും. അപ്പോഴാ മനസ്സിൽ തന്നെ സ്വർഗവും നരകവും വരുന്നതെന്ന് പറയുന്നത്, കേട്ടോ? അപ്പൊ ഇതാണ് ആങ്സൈറ്റി, ഉത്കണ്ഠ. അപ്പൊ അതിനുള്ള ഒരു വലിയ സൊല്യൂഷൻ എന്തുവാ? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ടെക്നിക്ക് ഉണ്ട്. അത് എക്സാമുകളിൽ പോകുമ്പോൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ഇതൊന്നും PSC ക്ക് വേണ്ടതല്ല, പക്ഷെ നമുക്ക് PSC യേക്കാൾ ഉപരി ജീവിക്കാൻ വേണ്ടതാ. ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, പതുക്കെ റിലീസ് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, പിന്നെ അകത്തോട്ട് എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, പിന്നെ പതുക്കെ റിലീസ് ചെയ്യുന്നു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കേട്ടോ? അപ്പൊ ബോഡി റിലാക്സ് സ്റ്റേറ്റിലേക്ക് പോകും. ബോഡിക്ക് മനസ്സിലാവും, ബോധം മനസ്സിലാവും, റിലാക്സ് സ്റ്റേറ്റ് ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യണേ, കേട്ടോ? പ്രാക്ടീസ് ചെയ്തിട്ട് മാറ്റം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഭയങ്കര പറയണം, കള്ളാന്നൊക്കെ വന്ന് പറയണം. ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. ഓക്കെ, അടുത്ത് നോക്കിക്കേ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ഇത് വരുവേ, കേട്ടോ? അപ്പൊ നോക്കിക്കേ, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചതെന്ന ചോദ്യം. ആരാ അറിയാമോ? ഗാർഡനർ ആണ്. അപ്പൊ നമ്മളൊരു ഗാർഡനിൽ മൾട്ടിപ്പിൾ ചെടികൾ വെക്കുമെന്ന് ഓർത്താലും മതി. ഒരു ഗാർഡനിൽ മൾട്ടിപ്പിൾ ചെടികൾ വെക്കുമെന്ന് ഓർത്താൽ മതി. എങ്ങനെയും കണക്ട് ചെയ്യണേ? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഗാർഡനർ. ഓക്കെ, അപ്പോ മനഃശാസ്ത്രത്തിന്റെ ഒരെണ്ണം നമ്മൾ പറഞ്ഞല്ലോ, സൈക്കോ അനാലിസിസ്. സൈക്കോ ഫ്രോഡാ, അല്ലെ? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, മൾട്ടിപ്പിൾ ചെടി വെക്കും ഗാർഡനർ. അങ്ങനെ വല്ലതും ഓർത്ത് വെക്കണം. ഓക്കെ, ശരി. അടുത്തേ നോക്കിക്കേ, ആക്രമണോത്സുക നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ചിട്ടുള്ള മനഃശാസ്ത്ര ആള് ആരാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ, ഈ കൂട്ടത്തിൽ ആരാന്ന് പറയാമോ? അതായത് ബന്ധുക്കളുടെ അടുത്തുള്ള ആക്രമണങ്ങൾ കണ്ടാണ് ബാക്കിയുള്ളവർ പഠിക്കുന്നത്. ബന്ധുക്കളോട് പെരുമാറുന്ന ആക്രമണങ്ങൾ കണ്ടാണ് പഠിക്കുന്നത്. ഇങ്ങനെ വല്ല കണക്ട് ചെയ്യാമോ? ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പറയുന്നു, അല്ലെ? അപ്പം ബന്ധുക്കളോടുള്ള ആക്രമണങ്ങൾ കണ്ടാണ് നമ്മളും ആക്രമണം പഠിച്ചത്. അപ്പൊ പേരൻസിനെ ബ്ലെയിം ചെയ്യാമല്ലേ? എങ്ങനെയുണ്ട്? ചുമ്മാ പറഞ്ഞാൽ അപ്പൊ അത് ബന്ധുവരെയാന്നുള്ളത് ഓർത്തു വെച്ചോണം. ഇത് ഇങ്ങനത്തെ ഈ പേരുകൾ ഇങ്ങനൊക്കെ ലോക്കല് പറയാതെ പറ്റത്തില്ല. പക്ഷെ ഇത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആണ്. ഇപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് കിട്ടിയില്ലേ ആരാ പേരെന്നുള്ളത്? പലതവണ പെട്ട് കാണും ചിലപ്പം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, മൾട്ടിപ്പിൾ ചെടി വെക്കും ഗാർഡനർ എന്ന് പറഞ്ഞായിരുന്നു. സൈക്കോ അനാലിസിസ്, സൈക്കോ എന്ന് പറയുമ്പോൾ ഫ്രോഡാ, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു. പിന്നെ ആക്രമണോത്സുകത നിരീക്ഷണം വഴി, അല്ലെ? നിരീക്ഷണം വഴി അങ്ങനെ നിരീക്ഷിച്ച് നമ്മുടെ വീട്ടുകാരെ ബന്ധുക്കളോടുള്ള ആക്രമണങ്ങളൊക്കെ കണ്ട് നിരീക്ഷണം വഴിയാണ് പഠിക്കുന്നത്. അങ്ങനെ ബന്ധുര എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ മനസ്സിലായോ? ഇത് ഇഷ്ടപ്പെട്ടോ പറഞ്ഞത്? വലിയ സുഖമില്ല ആദ്യം പറയുമെങ്കിലും ഇപ്പൊ യൂസ്ഫുൾ ആയ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, അഭിപ്രായവും പറയണേ, കേട്ടോ? അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണ നോക്കിക്കേ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആദ്യമായിട്ടുള്ളവരുണ്ട്. 100 തവണ എന്റെ നാക്കുളും. ഞാൻ മാക്സിമം അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, കേട്ടോ? അപ്പൊ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അതായത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആന്തരിക അഭിപ്രേരണ, ഈ ചോദ്യം വരെ ഇൻട്രിൻസിക് മോട്ടിവേഷനിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഈ കൂട്ടത്തിൽ? പറയാമോ? ആത്മസംതൃപ്തി. ഓക്കെ, ആത്മസംതൃപ്തി. കുറച്ചു കഴിഞ്ഞ ഒരു ചോദ്യം ഇത് ചോദിക്കുക, അപ്പൊ സ്വന്തമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് പഠിപ്പിക്കട്ടെ. ഓക്കെ, ആത്മസംതൃപ്തി ആന്തരിക അഭിപ്രേരണയുമായി ബന്ധപ്പെട്ടൊന്ന്. സ്കൂളിലത്തെ മെഡൽ കിട്ടാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു. ഓക്കെ, അതേതാ? ഇൻട്രിൻസിക്കലി വരുമോ? ഇല്ല. വീട്ടിലെ പേരൻസിന് സമാധാനമാകാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു.
എനിക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു. ഇതാണ് ഈ കൂട്ടത്തിൽ വരുന്നത്. മനസ്സിലായോ? എനിക്ക് മാർക്ക് കിട്ടാൻ ഞാൻ പഠിക്കുന്നു, അല്ലാതെ അവിടുത്തെ ഇവിടുത്തെ അപ്രൂവൽ അല്ല. എനിക്ക് സ്വന്തമായിട്ട് എന്റെ അപ്രൂവൽ ആണ്, എനിക്ക് സ്വന്തമായിട്ട് അത് കിട്ടാൻ വേണ്ടി പഠിക്കുന്നു എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ വരുന്നത്. അത് ഇച്ചിരി കഴിയുമ്പോൾ ആ ചോദ്യം വരുമ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടണം കേട്ടോ. ഓക്കെ, അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അടുത്ത നോക്കിക്കേ, കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാ? അറിയത്തില്ലെന്ന് പറയരുത്, കാരണം നമ്മൾ ഇത് ചെയ്തിട്ടാവുന്നത്. ആ സെൻട്രൽ ജയിലിൽ നിന്ന് അവനൂരും എന്ന് പറയില്ലേ, തവനൂര് സെൻട്രൽ ജയില്. റെഡി അല്ലേ? അതേപോലെ ഈ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് വേറൊന്നും പറഞ്ഞല്ലോ, കാപ്പ നിയമപ്രകാരം ആൾക്കാർ എവിടെ വരുന്നത്? സെൻട്രൽ ജയിലില്. ഓക്കെ അല്ലേ? ശരി. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 2017 ഈ ചോദ്യം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ ഇങ്ങനത്തെ വരും ചോദ്യങ്ങൾ റെയർ ചോദ്യങ്ങളായിട്ടോ ടഫിൽ ടഫ് വരുന്നത് സ്കിപ്പ് ചെയ്യാൻ മറക്കരുത്. അറിയത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കണം. ഇൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇത് അപ്ഡേറ്റും ചെയ്യണം കേട്ടോ. ഇത് അലക്സാണ്ടർ ജേക്കബ് ആണ് ഇതിൻ്റെത്. നമ്മളിപ്പോ അപ്ഡേറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു, നല്ല സ്കിപ്പ് ചെയ്തു, പക്ഷെ നിലവിലെത്തിയത് പഠിച്ചിട്ട് പോണേ. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ബോസ്റ്റൽ സ്കൂളുകളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയുള്ള തടവുകാരെയാണ്? ഇപ്പം നോക്കിക്കേ, ബോസ്റ്റൽ സ്കൂളുകളിൽ അറിയാമോ? 18 മുതൽ 21 വയസ്സ് വരെയുള്ളതാണ് ബോസ്റ്റൽ സ്കൂളുകളിൽ. 18 മുതൽ 21 വയസ്സ് വരെ. 18 മുതൽ 21 വയസ്സ് വരെയാണ് ബോസ്റ്റൽ സ്കൂൾ. അപ്പോഴേ ഈ അമ്മമാരുടെ കൂടെ കുട്ടികളെയും പാർപ്പിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചില്ലേ? എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെയാ? ഓർമ്മയുണ്ടോ ചോദ്യം? റിക്കളക്ട് ചെയ്തേ. എത്ര പേർക്ക് കിട്ടി? 6 വയസ്സ് വരെ അല്ലെ? 6 വയസ്സ് വരെ. അതിന്റെ കൂട്ടത്തിൽ അപ്പൊ ഇത് റിവൈസ് ചെയ്തേക്കണം. ബോസ്റ്റൽ സ്കൂൾ പാർപ്പിക്കുന്നത് എത്ര വയസ്സ് വരെയുള്ള പ്രായപരിധി വരെയുള്ള? 18 മുതൽ 21. ബോസ്റ്റൽ സ്കൂൾ 18 മുതൽ 21 അല്ലെ? നോക്കിക്കേ, ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് വരും. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി എണ്ണം ഒപ്റ്റ് ഔട്ട് ചെയ്യാം. ശരി ഉത്തരങ്ങളും പഠിച്ചു വെക്കണം. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ ചോദ്യമായിട്ട് ഇനി വരും. അതുകൊണ്ട് നമുക്ക് ബോണസോടെ ബോണസ് കേട്ടോ. നോക്കിക്കേ, തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ, അപ്പൊ ഓക്കെ, ഒരാളെ വിട്ടു അയക്കുന്നല്ലേ, അതിനുവേണ്ടി ഉപദേശിക്കുന്ന സമിതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സമിതിയെ പറ്റിയുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാന്നുള്ളതാ ചോദ്യം. നമുക്ക് നോക്കാം ഏതൊക്കെയാ ശരിയെന്നറിയാം. ഓപ്ഷൻ സി ആണ് 1, 2, 4. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ഓക്കെ, അപ്പം വിടുതലിനുള്ള സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജയിൽ വകുപ്പ് മേധാവിയാണ്. റെഡി അല്ലേ? ജില്ലാ കളക്ടർ ഈ സമിതിയിലെ അംഗമാണ്. അടുത്ത തവണ ഇത് ചോദിക്കുക അങ്ങനെ കേട്ടോ. അപ്പം ജില്ലാ കളക്ടർ ഈ സമിതിയിലത്തെ അംഗമാണ്. അനൌദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. ഇത്രയും പഠിച്ചു വെച്ചോണം. റെഡി അല്ലേ? ഓക്കെ ആണോ? ശരി. അടുത്ത നോക്കിക്കേ, കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാ ചോദിച്ചിട്ടുള്ളത്. ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കാം. ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. എവിടാ? പൂജപ്പുര. അത് ഇനിയും ആ ചോദ്യം വരും. ബേസ് ചോദ്യമാ, റിപ്പീറ്റഡ് ചോദ്യമാ. അപ്പൊ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം കണ്ണൂരല്ല, പൂജപ്പുര. അപ്പൊ ഒന്ന് തന്നെ തെറ്റാ. ഒന്നുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. എല്ലാം ശരി എന്ന് പറയാൻ 1, 2, 3, 4 വരത്തില്ല. അപ്പോഴേ 2 പോയി. ഓക്കെ അല്ലേ? ഏറ്റവും പഴയ ജയിൽ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലാണ്. ശരിയാണോ? ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ്. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. സെൻട്രൽ ജയിൽ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് കേരളം രൂപീകരിച്ചു വന്നത്? ഇനി നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ലല്ലോ, കാരണം അവൻ ഊരും അതിന്ന്. അങ്ങനെയല്ല നമ്മൾ കണക്ട് ചെയ്തേ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, 3 ഓപ്പൺ ജയിലുകളാ, 3 തുറന്ന ജയിലുകളാണ് ഉള്ളത് അല്ലെ? ജില്ലാ ജയിലുകളുടെ എണ്ണം 14 എന്ന് തന്നിട്ടുണ്ട്. എത്ര? 13 ആണ്. അപ്ഡേറ്റ് ചെയ്തോണം എപ്പോഴും. ഇത് തെറ്റപ്പം 2, 3 മാത്രമാണ് വരുന്നത്. ഇതിലെ ഓരോ ചോദ്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കോൺഫിഡന്റ് ആയി പഠിച്ചു പോണേ. അപ്പോഴേ ഇതിന്റെ PDF നമ്മുടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ പഠിക്കുന്നതിനേക്കാൾ ഉപരിയാണ് സ്കിപ്പ് ചെയ്തും ചോദ്യം ചെയ്തും പഠിക്കുന്നത്. ഞാനിപ്പോ അത് പറഞ്ഞു തരാം എങ്ങനെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെയാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന പാനലിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒപ്പോസിഷൻ ലീഡർ ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട് അല്ലെ, പിന്നെ ഹോം മിനിസ്റ്റർ ഉണ്ട്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 6 പേരടങ്ങുന്നതാണ്. അതെ, ഓക്കെ, 6 പേരടങ്ങുന്നത്. ഞാൻ നോക്കട്ടെ, പറഞ്ഞുതരാം ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ചെയർപേഴ്സൺ ആണ്. ലോക്സഭാ സ്പീക്കർ ഉണ്ട്, ഹോം മിനിസ്റ്റർ ഉണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയുണ്ട്, ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. അങ്ങനെ 6 മെമ്പേഴ്സ് ആണെന്ന് ഓർത്തോണം. ഇപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ അകത്തെ മെമ്പേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ അകത്ത് ആരൊക്കെ വരും? 1 പ്രധാനമന്ത്രി, ഇദ്ദേഹമാണ് ചെയർപേഴ്സൺ. ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ ഉണ്ട്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്, ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭയുണ്ട്. പിന്നെ ആരായിരുന്നു? ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇത്ര ഓർത്തു വെക്കോ. ഒന്നുകൂടെ പറഞ്ഞേ.
നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലാണ് എനിക്ക് അംഗമാവണേ. നിങ്ങൾ അങ്ങനെ ആലോചിച്ചേ, കാണാൻ പഠിക്കണ്ട. അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ടിന് അംഗമാണ്, ഒരിക്കലും ആക്കത്തില്ല. പക്ഷെ സപ്പോസ് ആണെങ്കിൽ തീരുമാനിക്കുന്ന പാനലിൽ ആരൊക്കെ ഉണ്ട്? പ്രൈം മിനിസ്റ്ററിനെ ഒന്ന് വിളിക്കാം, ഓക്കെ. ഹോം മിനിസ്റ്റർ ഉണ്ട്, ഓക്കെ. ലോക്സഭയിലെ രാജ്യസഭയിലത്തെ ഒപ്പോസിഷൻ ലീഡർ ഉണ്ട്, ഓക്കെ. പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയുണ്ട്, ഓക്കെ. പിന്നെ ഏതായിരുന്നു പറഞ്ഞിട്ടുള്ളത്? എല്ലാരും പറഞ്ഞല്ലോ ഇല്ലേ? 6 പേരെ പറഞ്ഞോ. ഹോം മിനിസ്റ്റർ ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭയുണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയുണ്ട്, സ്പീക്കർ ഓഫ് ലോക്സഭയുണ്ട്. ഒപ്പോസിഷൻ ലീഡർ മാത്രമല്ല, സ്പീക്കർ ഓഫ് ലോക്സഭ, അല്ലെ? ഇവിടെ ഈ കൂട്ടത്തിലുള്ളത് 1ഉം 4ഉം മാത്രമാണ് ഉള്ളത്. റെഡിയല്ലേ? റെഡി? ഒരു സെക്കൻഡ്. ഞങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്ന ആരൊക്കെ? പ്രധാനമന്ത്രിയുണ്ട്, ഓക്കെ. ഓ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുണ്ട്, അല്ലെ? സെലക്ഷൻ പാനൽ മാത്രമാണ് ഞാൻ ഈ പഠിപ്പിച്ചത്. സെലക്ഷൻ പാനൽ, അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂഷൻ വന്നു. കാരണം 1ഉം 4ഉം മാത്രം വരുന്ന ഓപ്ഷൻസ് ഞാൻ കാണുന്നില്ലെന്നോ? ഇല്ല, കാണുന്നില്ല. സെലക്ഷൻ പാനലിൽ ആരൊക്കെ ഉണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ലോക്സഭ സ്പീക്കർ ഉണ്ട്. എന്ന് കേട്ടെ, കാരണം നല്ലൊരു ചോദ്യമായത്. ലോക്സഭയിലത്തെയും രാജ്യസഭയിലത്തെയും ഒപ്പോസിഷൻ ലീഡർ ഉണ്ട്, പിന്നെ ഹോം മിനിസ്റ്റർ ഉണ്ട്, രാജ്യസഭയിലത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. 1, 2, 3, 4, 5, 6 ഈ 6 പേരുണ്ട് സെലക്ഷൻ പാനലിൽ. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? അപ്പോയിന്റ് ചെയ്യുന്നത് അത് പ്രസിഡന്റ് ആണ്. അതാണ് ഞാനും വിട്ടുപോയത് ആദ്യം. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? പ്രസിഡന്റ്. അപ്പൊ 1, 2, 4 വരും. കണ്ടോ? 1, 2, 4. ഇനി ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ഫാസ്റ്റ് ആകാം. ഇത് എക്സാം ഹോളിലാ പോയി കണ്ടെങ്കിൽ ഞാനിപ്പോ കിളി പോയതുപോലെ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയ പോലെ നമുക്ക് വരും. ഓക്കെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ തെരഞ്ഞെടുക്കുന്നവരെ പഠിച്ചല്ലോ. സ്റ്റേറ്റിലെ ചോദിച്ചാലും ഇതിന് പകരം സ്റ്റേറ്റിലെ ആൾക്കാരെ ഉദ്ദേശിച്ചാൽ മതി. പ്രൈം മിനിസ്റ്ററിന് പകരം ചീഫ് മിനിസ്റ്റർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലത്തെ സ്പീക്കറാണ് ലോക്സഭ സ്പീക്കറിന് പകരം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ അടുത്ത. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? നോക്കാം. അംഗങ്ങളുടെ കാലാവധി 5 വർഷമോ അല്ലെങ്കിൽ 70 ആണ്. 70 വയസ്സ് ശരിയാ? 5 വർഷമാണോ? നമ്മള് വിവരാവകാശവും മനുഷ്യാവകാശവും ഒക്കെ ഇപ്പൊ 3 പഠിച്ചിട്ടുള്ളത്, അല്ലെ? എന്തെങ്കിലും കറക്ഷൻ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുവേ. അതുവരെ ഇത് പഠിക്കണേ. കാലാവധി 5 അല്ല. അപ്പൊ 1 അങ്ങ് ക്യാൻസൽ ചെയ്യാം. 1 അങ്ങ് ക്യാൻസൽ ചെയ്തേ. അപ്പൊ തന്നെ എലിമിനേഷൻ വഴി ഒരു ഉത്തരം കിട്ടിയില്ലേ? ചില കേസസിൽ പെട്ടെന്ന് ഇതുപോലെ കിട്ടും. പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മനസ്സിലായോ? സംസ്ഥാന മനുഷ്യാവകാശമോ ദേശീയ മനുഷ്യാവകാശമോ പിന്നെ വിവരാവകാശം ആണെങ്കിലും 3 വർഷം. ഇവിടെ 5 വന്നപ്പോ തന്നെ 1 തെറ്റാ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരവല്ലേ വേണ്ടത്? അപ്പോ 1 എന്തായാലും വരത്തില്ലല്ലോ, കാരണം 1 തെറ്റല്ലേ. അപ്പൊ 1 ക്യാൻസൽ ചെയ്തു. എലിമിനേഷൻ എന്ന് പറയും. ബാക്കി വായിച്ചു പഠിച്ചേ. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. ശരിയാണോ? അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും. നീക്കം ചെയ്യാൻ അധികാരമുള്ളത്, റിമൂവ് ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. ഇമ്പോർട്ടന്റ്. പഠിക്കോ? അപ്പോയിന്റ് ചെയ്യാം. സംസ്ഥാനത്തിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാ, നീക്കം ചെയ്യുന്നത് പക്ഷെ പ്രസിഡന്റ്. അത് മറക്കരുത്. ഓക്കെ, അതുകൊണ്ട് 2 തെറ്റ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ നിയമസഭാ സ്പീക്കർ അംഗമാണ്. ഒന്ന് ഓർത്തെ. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ മെമ്പേഴ്സ് സെലക്ഷൻ പാനൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നോക്കി. ടീച്ചർ മുമ്പ് ഞാൻ കുറെ പറഞ്ഞതാ. പ്രൈം മിനിസ്റ്ററിന് വരെ ഇവിടെ ചീഫ് മിനിസ്റ്റർ, അല്ലെ? പിന്നെ ലോക്സഭാ സ്പീക്കറിന് പകരം നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ഇല്ലേ? ഹോം മിനിസ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരില്ലേ? ഇതെല്ലാം ഇവിടെ വരും. അപ്പൊ അത് ശരിയായോ? ഇത് കിട്ടിയോ? ഒരു പോസിറ്റിവിറ്റി കിട്ടി തുടങ്ങിയോ? അല്ലെ? പിന്നെ അംഗങ്ങൾ പുനർ നിയമനത്തിന് അർഹനല്ല, അർഹതയില്ല എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെ? അപ്പം ഇതിൽ 3 മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റാ. എലിമിനേഷൻ വഴി കിട്ടത്തില്ലേ? റെഡിയല്ലേ? ശരി, അടുത്ത് നോക്കിക്കേ. സംസ്ഥാന മനുഷ്യാവകാശ, അപ്പോഴേ പോസ് ചെയ്യണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി ഓർമ്മയുണ്ടോ? 3 ഇയർ 70 എന്നൊക്കെ പറഞ്ഞത്, അല്ലെ? ഓക്കെ, ഇനി അതേപോലെ തന്നെ ആ സെലക്ഷൻ പാനലിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് റീകളക്ട് ചെയ്ത് പറഞ്ഞു നോക്കിക്കേ. എങ്കിൽ ഈ സെഷനിൽ ഇരുന്ന് തന്നെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. കിട്ടുന്നുണ്ടോ? അല്ലെ? 70 വയസ്സെന്നുള്ളത് മറക്കല്ലേ. അപ്പൊ ഇത് കാണുമ്പോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാ? കേരള സംസ്ഥാനമാണ്. 11 ഡിസംബർ 1998, അല്ലെ? ഇനി നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെങ്കിലോ
1993 ഒക്ടോബർ 12 അല്ലെ. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെങ്കിൽ 93 ഒക്ടോബർ 12. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ 98 ഡിസംബർ 11. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കല്ല. അതേപോലെ നമുക്ക് മാരത്തോൺ വേണ്ടേ? ഈ എക്സാമിന്റെ തലേന്ന് റിലവന്റ് ആയിട്ടുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ വെച്ചിട്ട് GK, സയൻസ്, എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു മാരത്തോണും വേണ്ടേ? അതും ഉണ്ടാവും കേട്ടോ. വെള്ളിയാഴ്ച വൈകിട്ടുണ്ട്. അപ്പം വെള്ളിയാഴ്ച വൈകിട്ടെന്ന് പറയുമ്പോ എന്നാ 23-ാം തീയതി വൈകിട്ടുണ്ടാവും മാരത്തോൺ. റെഡി. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ നിലവിലത്തെ ആരാ? വി രാമസുബ്രഹ്മണ്യം. എപ്പോഴും നിലവിലെ എന്ന് പറയുമ്പോൾ അപ്ഡേറ്റ് ചെയ്തോണേ. ഞാനിപ്പോ പറഞ്ഞതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോഴേ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിടാം കേട്ടോ. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തെറ്റുകൾ വരും. ഓഫ് കോഴ്സ് വി രാമസുബ്രഹ്മണ്യം. രാമ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാ? രാമ. മനുഷ്യാവകാശം സംരക്ഷിക്കണേ, രാമ മനുഷ്യാവകാശം സംരക്ഷിക്കണേ എന്ന് 10 തവണ പറഞ്ഞ വി രാമസുബ്രഹ്മണ്യം എന്ന് ഓട്ടോമാറ്റിക്കലി വരും. ഇല്ല ഞാനിപ്പോ സെർച്ച് ചെയ്യേണ്ട വന്നേന്. ഇങ്ങനെ 10 തവണ കണക്ട് ചെയ്ത് വെച്ചാൽ പിന്നീട് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ ചെയ്യണ്ടേ കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് വേണ്ടി ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്തിൽ, അതായത് എക്സാം പോലെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ്. ശരി ഉത്തരം ഏതാ, തെറ്റുത്തരം ഏതാ എന്നുള്ള കിടിലൻ എക്സ്പീരിയൻസ്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് 49 രൂപ. ഫാൽക്കൺ അക്കാഡമി സെർച്ച് ചെയ്താൽ മതി. എവിടാ? ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നിങ്ങൾക്ക് അവിടെ ഇത് സൂപ്പർ ആയിട്ട് കിട്ടും. നല്ല ഹെവി യൂസ്ഫുൾ ആയിരിക്കും. ഇനി കുറഞ്ഞ ദിവസം കൊണ്ട് ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ ഏറ്റവും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള അതായത് തെറ്റായിട്ടുള്ള ഉത്തരങ്ങളെ ഇവിടെ വരാവൂ. ശരിയെല്ലാം ക്യാൻസലും ചെയ്യാം. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ നോക്കാം. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ പറ്റൂ. ആണോ? അല്ല. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ജഡ്ജിക്കും ആകാം. അതാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റഡ് ചോദ്യം. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമല്ല ജഡ്ജിക്കും ആകാം എന്ന് ഓർത്തോണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അത് മാത്രമല്ല അതിനെ അപ്രൂവ് ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? എത്ര വർഷം ടെന്യൂർ ഉണ്ട്? റീകളക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ 1 തെറ്റാണ്. റെഡി അല്ലേ? ഓക്കെ ആണോ? ശരി. അപ്പൊ എന്തായാലും 1 ഉള്ളതായിരിക്കും ഉത്തരം. ഇവിടെ ഇല്ല. അപ്പൊ 3 ക്യാൻസൽ ചെയ്യാം. ഇതുകൊണ്ട്. അപ്പൊ 3 ഓപ്ഷൻസ് പെൻഡിങ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ശരിയല്ലേ? അപ്പൊ 2 ഉള്ളത് ക്യാൻസൽ ചെയ്യാം. കാരണം എന്താ? തെറ്റുത്തര ഓപ്ഷനിൽ വരാവോ? തെറ്റായ പ്രസ്താവന ഏതെന്നല്ലേ ചോദിച്ചിട്ടുള്ളത് അല്ലെ? കമ്മീഷനിൽ 5 ഡിവിഷനുകളാണ് ഉള്ളത്. ശരിയാണോ? 5 ഡിവിഷനുകളാണ് ഉള്ളത്. ഇത് അടുത്ത ചോദ്യമായിട്ട് വരും. ഓക്കെ അല്ലേ? ശ്രീ രാജീവ് ജെയിൻ നിലവിലത്തെ കമ്മീഷനിലെ അംഗമാണ്. നിലവിലത്തെ അംഗമാണോ എന്നുള്ളത് ആക്ച്വലി സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഉത്തരം PSC ആൻസർക്ക് 1 മാത്രം എന്നുള്ളതാണ്. നിലവിലത്തെ അംഗങ്ങൾ ആരൊക്കെയെന്ന് ഒന്ന് വായിച്ചിട്ട് പോയാൽ ഇങ്ങനത്തെ ടഫ് ചോദ്യങ്ങളായിട്ടുള്ളത് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അറിയത്തില്ല, സ്കിപ്പ് അടിക്കാൻ മറക്കല്ല. ഇവിടെ ഇപ്പൊ 50-50 അല്ലേ വന്ന് നിൽക്കുന്നേ അല്ലേ? ഓക്കെ. അതേപോലെ നമ്മുടെ കമ്പനി ബോർഡ് LGSും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് LD ബിംകോക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള ലോങ് ടൈം ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്. 699 രൂപയേ ഉള്ളൂ. അപ്പൊ ആലോചിക്കുക, 699 രൂപയ്ക്ക് 1 വർഷത്തെ കോഴ്സോ? തട്ടിക്കൂട്ടായിരിക്കും, ലോക്കലായിരിക്കും. സ്വാഭാവികം. ഞാൻ അങ്ങനെ ചിന്തിക്കും. നല്ലപോലെ അറിയത്തില്ല ആ ക്ലാസ്സിനെ പറ്റി. എല്ലാ ക്ലാസ്സസ് ഉണ്ടാവും. ക്ലാസ്സിന് ശേഷം ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. PDF ഉണ്ട്, ലൈവ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, വേൾഡ് ബെസ്റ്റ് ടെക് സപ്പോർട്ട് ഉണ്ട്, വേൾഡ് ബെസ്റ്റ് സർക്കിൾ ഉണ്ട്, വീക്കിലി എക്സാം, മന്ത്ലി എക്സാം, മോട്ടിവേഷൻ, ഇന്ററാക്റ്റീവ് സെഷൻ എല്ലാം വെച്ച് സൂപ്പറാ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇങ്ങനെ പറയും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും നിലനിർത്താറുണ്ട്. കമന്റ് സെക്ഷനിൽ ഒന്ന് ഇട്ട് ചോദിച്ചാൽ മതി. എന്നിട്ട് ലൈവിൽ വാ, പഠിക്കാം. GK മാത്രമല്ലേ, എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത് റെലവെന്റാ. മനസ്സിനെ നിയന്ത്രിക്കുന്നതും ഹെൽത്തും റെലവെന്റാ. ഇതെല്ലാം ഫാൽക്കണിൽ ഉണ്ടായിരിക്കും. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം. 2005 വരുന്നതിന് മുന്നേ ഏതായിരുന്നു? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആയിരുന്നു. അതങ്ങ് റദ്ദാക്കി. റെഡി അല്ലേ? അതേപോലെ LP UPക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. 999. എക്സിസ്റ്റിംഗ് യൂസേഴ്സിന് 50% ഓഫും ഉണ്ട് കേട്ടോ. അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുമേ. അപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷൻ അപ്പോഴേ അംഗങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞ് റീകളക്ട് ചെയ്യണേ. എന്തൊക്കെ വിവരങ്ങൾ കൊടുക്കാൻ പറ്റും, കൊടുക്കില്ലെന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടല്ലേ നമ്മൾ വന്നേ? അതെ. അപ്പം നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഏതൊക്കെയാ? അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയല്ലേ? റെഡിയാണോ? 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അംഗങ്ങളുടെ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിന്റെ അകത്ത് 3 മെമ്പേഴ്സാണ്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലും 3 മെമ്പേഴ്സാണ്. പക്ഷെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ അകത്ത് നമ്മൾ പറഞ്ഞവരുടെ എണ്ണം ഓർമ്മയുണ്ടോ? 5 to 6 അല്ലേ?
പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ അകത്ത്. ലോക്സഭ സ്പീക്കർ ഉണ്ട്, ലോക്സഭ രാജ്യസഭ ഒപ്പോസിഷൻ ലീഡേഴ്സ് ഉണ്ട്. അത് രണ്ടായിട്ട് കൂട്ടാം, ഒന്നായിട്ട് കൂട്ടാം. ഓക്കെ. പിന്നെ അതേപോലെ ഹോം മിനിസ്റ്റർ ഉണ്ട്, അതേപോലെ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് രാജ്യസഭയുണ്ട്. ഇത്രയും പേര് ചേർന്നിട്ടാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ അകത്തെങ്കിൽ ഇവിടെ 3 പേരാണെന്ന് ഓർത്തു വെച്ചോണം. റെഡി? പ്രൈം മിനിസ്റ്റർ, ഒപ്പോസിഷൻ ലീഡർ, ഹോം മിനിസ്റ്റർ, ഇങ്ങനെ 3 പേരാണ് കേട്ടോ. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. സെറ്റ് അല്ലേ? അപ്പൊ വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമത്തിന്റെ സെലക്ഷൻ പാനലിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ലല്ലോ. തെറ്റരുത്. ഓക്കെ. അതേപോലെ അപ്പോയിന്റ് ചെയ്യുന്ന ആളെ മറക്കില്ല. അത് പ്രസിഡന്റ്. ഓപ്ഷന്റെ അകത്ത് തന്ന പ്രസിഡന്റിനെ ഇൻക്ലൂഡ് ചെയ്തോണം. കാരണം നമുക്ക് ഇച്ചിരി മുമ്പ് കൺഫ്യൂഷൻ ആയത് ഓർമ്മയുണ്ടേ. ശരി, അത്രയും മതിയേ. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 2019 ഭേദഗതി ചെയ്തത്. അതിനുശേഷം വിവരാവകാശ, മനുഷ്യാവകാശം ഇതിന്റെയൊക്കെ ടേമുകൾ മാറിയത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അറിയാമോ എത്രയാ? 3 വർഷമാണ് അല്ലെ? 3 വർഷം. അതുകൊണ്ട് ഇവയൊന്നും അല്ല എന്നുള്ളതാ ശരി. വിവരാവകാശ, മനുഷ്യാവകാശത്തിന്റെ 3 years അങ്ങ് പഠിച്ചു. നിലവിൽ മാറ്റമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കമന്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, 3 years പഠിച്ചോളൂ. കാരണം 5 എന്ന് പറഞ്ഞ എപ്പോഴും ചോദിച്ച് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അത് റെഡി അല്ലേ? ഓക്കെ. അതേപോലെ വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടും? അതായത് വിവരാവകാശ നിയമത്തിലെ പൊതു അധികാര സ്ഥാപനങ്ങളില്ലേ, പൊതുസ്ഥാപനങ്ങളില്ലേ, അതിൽ ഏതൊക്കെ ഉൾപ്പെടും ഈ താഴെ തന്നിട്ടുള്ളവയിലെന്നാ PSC ചോദിച്ചിട്ടുള്ളത്. പൊതു അധികാര സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? സർക്കാർ ഓഫീസ്, പബ്ലിക് അല്ലേ? അതെ. ISRO അല്ലേ? 1969 തുടങ്ങി. ഭാരത് പെട്രോളിയം പൊതു അധികാര സ്ഥാപനമല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? ഇത് 1, 2, 3, 4 വരും. റെഡിയാണോ? സെറ്റ് അല്ലേ? അപ്പം ഈ വിവരാവകാശം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലും സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന പാനൽ എത്ര പേരാ? 3 പേര്. അപ്പോയിന്റ് ചെയ്യുന്ന ജോലി ആരാ? സെലക്ഷൻ പാനലിൽ 3 പേര്. അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? പ്രസിഡന്റ് ആണെന്ന് മറക്കല്ല. അതേപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിലായാലും അപ്പോയിന്റ് ചെയ്യാൻ ഗവർണറിന് പറ്റിയാലും റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റാ. മറക്കല്ലേ? റിപ്പീറ്റഡ് ചോദ്യമാണ്. റെഡി? ഇനി ബുദ്ധി ശക്തിയുടെ ബഹുമുഖ സിദ്ധാന്തം പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ, ഓക്കെ, നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏത് തരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? നൃത്തം ചെയ്യണമെങ്കിൽ മൂവ്മെന്റുകൾ പ്രോപ്പർ ആയിരിക്കണം. വേണ്ടേ? അറിയാമോ നർത്തകിമാരും നർത്തകന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? കമന്റ് ചെയ്യണേ. മോഹിനിയാട്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ. എപ്പോഴും അറിയത്തില്ല. അപ്പൊ നോക്കി, അങ്ങനെയുള്ളവർക്ക് എങ്ങനെയായിരിക്കും? ശാരീരിക ചലനപര ബുദ്ധിയാണുള്ളത് അല്ലെ? നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാരില്ലേ, ഫ്രണ്ട്സ്, ഡാൻസ് കളിക്കുവാണെങ്കിൽ പക്ക കോമഡി ആയിരിക്കും. അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, പക്ക കോമഡി. കാരണം ഒരു മൂവ്മെന്റും ഇല്ല, ഒന്നുമില്ല, ഒരു രസവും ഇല്ല. പക്ഷെ രസം അവർ തുള്ളുന്നത് കാണുമ്പോൾ രസ. കാരണം ശാരീരിക ചലനപരമായ ബുദ്ധി ഇല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത, അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേരെന്താണ്? ഇതല്ലേ നമ്മൾ കുറച്ചു മുമ്പ് ചെയ്തിട്ട് വന്നേ? പറഞ്ഞേ, ആരാ? മനോവിശ്ലേഷണ സിദ്ധാന്തം, സൈക്കോ അനാലിസിസ്. സൈക്കോയാ? ഫ്രോഡാ? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ? പിന്നെ അതുപോലെ പിന്നെന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. ആക്രമണോത്സുക നിരീക്ഷണം പഠിക്കുന്നതോ? അതൊന്നാലോചിച്ചേ. അത് ബന്ധുക്കളുടെ അടുത്ത് വീട്ടുകാർ പെരുമാറുന്ന കണ്ടാ പഠിക്കുന്നത് എന്ന് പറഞ്ഞു ബന്ധുവര പറഞ്ഞു. അതേപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ബുദ്ധി ബഹുമുഖ അല്ലെ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ് അത്. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെടികൾ ഗാർഡനർ നടും. ഇങ്ങനെയൊക്കെ നമ്മൾ പലതവണ പറഞ്ഞു. ലോക്കൽ ആണെങ്കിലും സംഭവം എക്സാമിന് പോയി ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് എഴുതണം. അപ്പോ ആങ്സൈറ്റി വരും. ആങ്സൈറ്റി എന്തോ നമ്മളിപ്പോ പഠിച്ചല്ലോ സൈക്കോളജിയില്. ആങ്സൈറ്റി എന്തോ? അങ്ങനെ സംഭവിക്കോ? സംഭവിച്ച് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഇതല്ലേ വരേണ്ടത്, അങ്ങനെ ആകുമ്പോൾ ഇന്ന് ചെയ്യണ്ടേ? ഇത് ബുദ്ധിയുടെ ഭാഗമാണ്. നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് മറക്കരുത്. എക്സാമുകളിൽ കയറുമ്പോൾ തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തില്ല, ടെൻഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ തോട്ട്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ റീകോൾ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യണേ. എന്റെ സ്റ്റുഡൻസിനോട് എല്ലാം എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, പുത്തനായിട്ട് ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ട്, നിങ്ങളിത് ട്രൈ ചെയ്. മനസ്സ്, ശരീരം, അറിവ്, ഇത് 3 നമ്മുടെ ഫാൽക്കൺ അക്കാഡമിയിൽ നിന്ന് നിങ്ങൾ സൂപ്പർ ആയിട്ട് വരും കേട്ടോ. അയൽക്കാരുമായിട്ടുള്ള ആർക്കൊക്കെയുണ്ട് പ്രശ്നം? നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏത് തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? അയൽക്കാരുമായിട്ട് എപ്പോഴും ഉണ്ടെങ്കിൽ ഏതാ? സാമൂഹികമായിട്ടുള്ളതാണ്. ഓക്കെ, സാമൂഹികം എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. റെഡി? നല്ല അടിപൊളി ഓപ്ഷൻസ് ആണ്. സാമ്പത്തികം, പരിസ്ഥിതികം, ശാരീരികം. അടിയായ ശാരീരികമായി അല്ലയോ, പിന്നെ കേസായ സാമ്പത്തികമായി. എനിവേ ഇത് ഫസ്റ്റ് കേസ് പഠിക്കേണ്ട സാമൂഹികമാണെന്ന് ഓർത്തോണം. ഇനി നോക്കിക്കേ, വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും
കേട്ടോ. അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നു, വ്യക്തമല്ല, വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അതിനെന്ത് പറയും? ഉത്കണ്ഠ എന്ന് പറയും. ആങ്സൈറ്റി ആണ്, വ്യക്തമല്ല, അല്ലെ? വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെന്താ പറയുക? ഉത്കണ്ഠ എന്നുള്ളത് പറയും. മറക്കരുത്, റിപ്പീറ്റഡ്. ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം ചോദ്യങ്ങളാണെന്നുള്ളത് അറിയാമോ? ഇനി കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചതാ, ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണേ. ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം എന്തെന്നാ ചോദിച്ചത്. ഓക്കെ, ആന്തരിക അഭിപ്രേരണ. അപ്പൊ ദേ നമ്മൾ എവിടെ പഠിച്ചേ? ആന്തരിക അഭിപ്രേരണ. അതിന് നമ്മൾ കുറച്ച് ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആത്മസംതൃപ്തി. എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആത്മസംതൃപ്തി. സ്വന്തമായിട്ട് ആവശ്യത്തിന് വേണ്ടി, സ്വന്തമായിട്ട് ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തമായ ആഗ്രഹത്തിന് വേണ്ടി, അല്ലെ? അച്ഛന് വേണ്ടി പോലീസ് ആവണം, അമ്മയ്ക്ക് വേണ്ടി പോലീസ് ആവണം, വീട്ടുകാർക്ക് വേണ്ടി പോലീസ് ആവണം. അതല്ല, എനിക്ക് വേണ്ടി പോലീസ് ആവണം, എനിക്ക് പോലീസ് ആവണം, പോലീസ് ആവുന്നു. ഇതാണ് സംഭവം, അല്ലെ? ഇനി അത് വായിച്ച്, അപ്പൊ അതാവുമ്പോ ഇങ്ങനെ പഠിച്ചു വെച്ച് അടുത്ത ഏത് എക്സാമ്പിൾ വന്നാലും എഴുതാം. ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോവല്ലേ ഈ കേസസ്, കേട്ടോ. പ്രത്യേകിച്ച് സൈക്കോളജി. ഏതാ? അധ്യാപകരുടെ നിർബന്ധപ്രകാരം പഠിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി, മാതാപിതാക്കൾ വാങ്ങിത്തരുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു. പഠിക്കും നമ്മള് എനിവേ, മാതാപിതാക്കൾക്ക് വേണ്ടി. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. നല്ല മാർക്ക്, അത് തന്നെയാണ് അഭിപ്രേരണയ്ക്ക് ഉദാഹരണം. ഇപ്പൊ അത് ഇഷ്ടപ്പെട്ടോ? കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വന്നോ? വരണം. ഇങ്ങനെയാണ് എക്സാമുകൾ. ഒട്ടും കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ എക്സാമിൽ വരും. അത് എക്സാമിന്റെ ഭാഗമാണ്. എക്സാം അങ്ങനാണ്. എത്ര കവർ ചെയ്തിട്ട് പോയാലും അറിയാത്ത ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് ആരെങ്കിലും മൊത്തം പഠിച്ചിട്ടില്ലെന്നുള്ള ടെൻഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, മൊത്തം പഠിച്ചവരും ഇല്ല, മൊത്തം പഠിച്ചാലും മൊത്തം ചോദ്യം ചെയ്യാനും പറ്റത്തില്ല. ഇത് വെറും സത്യമാണ്. കുറച്ചെങ്കിലും കോൺഫിഡൻസ് വന്നോ? വെറും സത്യമാണ് തുറന്ന് പറഞ്ഞത്, കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കിക്കേ. അതേപോലെ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് വേണ്ടിയുള്ള ടെസ്റ്റ് സീരീസ് ഫുൾ ആയിട്ട് കിടപ്പുണ്ട്. 49 രൂപയുടെ കിടപ്പുണ്ട്. പക്ഷെ പൈസ ഒന്നും നോക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ളത്, സ്പെഷ്യൽ ടോപ്പിക്സും പ്രധാനപ്പെട്ടതും റിപ്പീറ്റഡ് ആയിട്ടും പ്രീവിയസ് ചോദ്യങ്ങൾ ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു തരട്ടെ. നോക്കിയേ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നോക്കിയോണേ, ട്രൈ ചെയ്തോണം. ആദ്യമായിട്ടുള്ളവരുണ്ടല്ലേ, നമ്മൾ ഫാൽക്കൺ അക്കാഡമി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഫാൽക്കൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. ഇത് കണ്ടോ, ഫ്രീ ടെസ്റ്റ് സീരീസ് എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രീ ടെസ്റ്റ് സീരീസ് ക്ലിക്ക് ചെയ്യണം. ഫ്രീ ടെസ്റ്റ് സീരീസ് ക്ലിക്ക് ചെയ്യുമ്പോ ഒരു സെക്കൻഡ്, ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ. ഞാനൊന്ന് തപ്പിക്കോട്ടെ അതെ. ഓ സോറി, ക്യുസ്, കേട്ടോ. അതെ, ഫ്രീ ടെസ്റ്റ് സീരീസിന്റെ അകത്തല്ല, ക്യുസ്. ഏറ്റവും മടിയന്മാരാ നമ്മുടെ സ്റ്റുഡൻസ്. അതുകൊണ്ട് തന്നെ ക്യുസിലേക്ക് ഞങ്ങൾ കൂടുതൽ നീങ്ങി. എന്താ കാര്യം അറിയോ? ക്യുസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മതി എല്ലാവർക്കും. നോക്കിയേ, ഫാൽക്കൺ അക്കാഡമി പോകുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, ക്യുസ് കണ്ടോ? നിങ്ങളുടെ ആപ്സ് ഫോണിൽ ഡിഫറെന്റ് ഇന്റർഫേസ് ആയിരിക്കും. ക്യുസിൽ ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉണ്ട്, അതുപോലെ റെലവെന്റ് എല്ലാം കിടപ്പുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് വ്യൂ കണ്ടന്റിൽ കയറുന്നു, ഇത്രയും സ്പെഷ്യൽ ടോപ്പിക്സ് കിടപ്പുണ്ട്, കണ്ടോ? ഉറപ്പായിട്ടും നിങ്ങളെ എല്ലാ എക്സാമിനും ഇത് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതൊന്നും ചെയ്തു നോക്കിക്കേ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് തടവുകാര് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഏതാ? 21 കൊടുത്ത് ശരിയാണെങ്കിൽ അത് കത്തി അടുത്തയിലോട്ട് പോകുക, അല്ലെ? തടവുകാർക്ക് നിയമസഹായം, ലീഗൽ എയ്ഡ് ലഭിക്കുന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടുള്ള കോടതി കേസ് ഏതാ? എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്കൊരു ഉത്തരം അറിയണം. ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ ഉത്തരം ഇപ്പൊ അറിയത്തില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒരെണ്ണം കൊടുക്കുക. ഇതേണ്ട, അപ്പൊ ഏതായിരുന്നത്? വായിക്കാൻ പറ്റില്ല, പോയി. ഇങ്ങനെ ചെയ്ത് പഠിക്കണ്ട, കേട്ടോ. കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. എവിടാ? പൂജപ്പുര. ഓർമ്മയുണ്ടോ ചെയ്ത് പഠിച്ചത്, അല്ലെ? ജയിൽ വകുപ്പിന്റെ തലവൻ ആര്? തലവൻ ആര്? ചെറിയൊരു തെറ്റുണ്ടല്ലോ അതില്. തലവൻ ആര്? അത് തിരുത്തിയിട്, സോറി കേട്ടോ, ബഗ്ഗാണ്. ജയിൽ വകുപ്പിന്റെ തലവൻ ആരെന്നാ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് കിട്ടിയോ? നോക്കി, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസസ് അല്ലായിരുന്നോ, അല്ലെ? ഓക്കെ. പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അതേപോലെ വൃത്തിക്ക് പഠിക്കാൻ പറ്റും. റെഡിയാണോ? എന്നിട്ട് സബ്മിറ്റും ചെയ്തിട്ട് റാങ്കും കാണാൻ പറ്റും, കണ്ടോ? അപ്പൊ ഇത്രയും പേരുടെ പിന്നിൽ പോവാതെ ഒരു കാര്യം ചെയ്തോണ്ട് എന്നിട്ട് സൊല്യൂഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും ശരിയായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതും ഒക്കെ പഠിക്കാം.
അപ്പൊ എന്ത് ചെയ്യണം? നേരെ ക്യുസിൽ പോകുന്നു. ക്യുസിൽ പോകുമ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കിടക്കുന്നു. ഇതിന്റെ അകത്തോട്ട് കയറുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയുള്ള 3 ദിവസം ഇത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടായിരിക്കും. എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇതിലുണ്ട്. ചെയ്ത് പഠിക്കുവോ? അല്ലേ? ഇനി അതേപോലെ ടോപ്പിക് വൈസ് ഫുൾ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ 49 രൂപയ്ക്ക് ഇത് കിടപ്പുണ്ട്. നോക്കിക്കേ, 5 ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് 500 ചോദ്യങ്ങളാണ്. നമ്മൾ ഫുൾ എക്സാം എഴുതുന്നതിന് തുല്യം. ഇത് എഴുതി റാങ്ക് എത്ര ഉണ്ടെന്ന് നോക്കണം കേട്ടോ. റെഡി അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങള്. അതേപോലെ നമ്മുടെ ടെസ്റ്റ് ഇത് PDF വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ കോഴ്സസിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പകരം ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്ലാസ്സും കാണും, PDF ഉണ്ടാവും. ഈ ക്ലാസ് കിട്ടും. അങ്ങനെ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക് സപ്പോർട്ട് നമ്പറിൽ വിളിക്കണേ, ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കണം. പെയ്ഡ് കോഴ്സ് എടുത്തിട്ടേ വിളിക്കാം. ഒരു സാധനവും ഇല്ല, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണോ പറയണം. ഓക്കെ, അതീവ സുരക്ഷ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാ? അതീവ സുരക്ഷ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാ? ഭീകരവാദികൾ, അപകടകാരികളായിട്ടുള്ള തടവുകാര്, തീവ്രവാദികൾ. സിവിൽ തടവുകാരല്ല. 1, 2, 3 ആണ് ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത്. ഇത് കോമൺ സെൻസിൽ ഒപ്റ്റൗട്ട് ചെയ്യാമല്ലോ, ഇങ്ങനെയും ചെയ്യണം കേട്ടോ. അടുത്ത്, കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ് ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഏതോ ഒരെണ്ണം ശരിയല്ല, ബാക്കി 3 ശരിയാകും. റെഡി അല്ലേ? ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമെന്നുള്ളത് ശരിയാണോ? അത് ശരിയല്ലാത്തത്. അതുകൊണ്ട് ഇതാണ് തെറ്റ്. ബാക്കി 3 വായിച്ചങ്ങ് പഠിച്ചേ. വ്യവസ്ഥകൾക്ക് വിധേയമായ ഉചിതമായിട്ടുള്ള കാലാവധിക്ക് പരോൾ നൽകാം. അടുത്ത ബന്ധുവിന്റെ ഗുരുതരമായിട്ടുള്ള രോഗമോ മരണമോ കാരണം പരോൾ നൽകാം. മറ്റേതെങ്കിലും മതിയായ കാരണമോ എക്സെട്ര പരോൾ നൽകാം. അപ്പൊ അത് 3 പഠിക്കണം. അടുത്ത എക്സാമിനകത്താണ് ചോദിക്കുക. ഓക്കെ, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്ത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെ കൗൺസിലായി പ്രവർത്തിക്കേണ്ടത് ആരാണെന്നാ PSC ചോദിച്ചത്. ആരാ? ഇത് സ്കിപ്പ് ചെയ്യുവോ അറ്റൻഡ് ചെയ്യുവോ? അറിയത്തില്ല, സ്കിപ്പ് ചെയ്ത് പഠിക്കണം. എക്സാമിന് നമ്മൾ ചെയ്തേ പറ്റും, എങ്കിലും രക്ഷപ്പെടാൻ പറ്റും. ഇത് വെൽഫെയർ ഓഫീസർ ആണ്. ഇനി വന്ന് അറ്റൻഡ് ചെയ്യണം വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രശ്നങ്ങളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങൾ ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരാണ്? അപ്പൊ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരൊക്കെ എന്ന് ചോദിച്ചിട്ടുള്ളത്. ആരാ? നോക്കിക്കേ, ജയിൽ DGP കാണും, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, ജില്ലാ ജഡ്ജി. ഈ കൂട്ടത്തിൽ പെടാത്തത് പോലീസ് DGP ആണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ അല്ലേ? ശരി. അപ്പം ഈ ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്ത ഒരാളെ ഒഴിവാക്കി അംഗമായവരെ 10 തവണ വായിക്കണം. ജയിൽ DGP, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, ജില്ലാ ജഡ്ജി. ഓക്കെ, ശരി. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏവ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളത് ഏതെന്ന് തിരഞ്ഞെടുക്കുക. നോക്കാം ഏതൊക്കെ വരും ഇതിന്റെ അകത്ത്. ഇതിന്റെ അകത്ത് 1ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ C മാത്രമാണ് ശരി. അപ്പൊ ഏതൊക്കെ വരും? തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. തുറന്ന ജയിലുകൾ. അപ്പൊ ഒന്ന് ഓർത്തേ, തുറന്ന ജയിലുകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? അത് ഓർമ്മയുണ്ട്. തുറന്ന ജയിലുകൾ എത്ര എണ്ണമായിരുന്നു എന്നുള്ളത് അല്ലേ? ശരി. പിന്നെ 2 തെറ്റ് നോക്കിക്കണം. പിന്നെ 1ഉം ശരി 3ഉം ശരിയാണ് കേട്ടോ. 15 ദിവസം 15 ദിവസം കുടുംബാവധിക്ക് അർഹത ഉണ്ടായിരിക്കും, എക്സെട്ര എക്സെട്ര എക്സെട്ര. തുറന്ന ജയിലുകൾ 15 ദിവസം ഇതുണ്ട്. അപ്പൊ ഇത് വായിച്ചു നോക്കൂ, ഈ 2 എണ്ണം. റെഡിയാണോ? ഓക്കെ. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏത്? തെറ്റായിട്ടുള്ളത് ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷെ ഒരാളെ സമ്മൻ ചെയ്യാം. അതായത് ഇപ്പൊ എന്റെ ഒരു ഇംതിയാസാണ്. അതായത് എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാനോ എന്തെങ്കിലും സാക്ഷി പറയാനോ എന്നെ ഹാജരാക്കാൻ സമ്മൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അന്വേഷിക്കാൻ പറ്റും അല്ലെ? ഏതെങ്കിലും ഒരു പൊതുരേഖ ഓഫീസിലത്തെ ഇന്ന ജാതി സർട്ടിഫിക്കറ്റ് അല്ലെ ഇന്ന ഫയൽ അല്ലെ ഇന്ന വഴിയുടെ തർക്കത്തിന്റെ പേരിലുള്ള ഇന്ന വഴിയുടെ രേഖ, അതൊക്കെ ഹാജരാക്കിപ്പിക്കാനും പറ്റും. ഏതെങ്കിലും ആളെ സമൻ ചെയ്യുകയോ ഹാജരാക്കുകയോ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും പറ്റും. ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ഏതെങ്കിലും പൊതുരേഖ പകർപ്പോ ആവശ്യപ്പെടാൻ പറ്റും. അതൊക്കെ പറ്റി ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ചോദ്യം ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും വരുന്നതാണ്. അപ്പൊ പഠിച്ചു വെച്ചോണേ. റെഡി അല്ലേ? ഓക്കെ. സ്പെഷ്യൽ ടോപ്പിക്സ് എന്നല്ല, ഇത് GK അകത്തു നിന്നും തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. റെഡി? കമ്പനി ബോർഡ് LGS നോക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഇതേപോലെ ഉണ്ട്. 99 രൂപയേ ഉള്ളൂ. റെഡി അല്ലേ? ഓക്കെ. അതേപോലെ ഞാൻ പറഞ്ഞല്ലേ, ഹെൽത്ത്, വെള്ളം കുടിക്കണം നല്ലപോലെ കേട്ടോ. ഇപ്പഴേ ഞാൻ ഡ്രൈ ആയി.
ചൂടുവെള്ളമാ നല്ലത്. ഓക്കെ, അപ്പൊ ഇനിയുള്ള 3 ദിവസം വൃത്തിക്കിരുന്ന് പഠിച്ചോ. തൊട്ടടുത്തുള്ള ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛന്, സഹോദരൻ, സഹോദരി, ഹസ്ബൻഡ്, വൈഫ്, എല്ലാരെയും അസിസ്റ്റന്റ് ആക്കിയിരിക്കണം ഒരു 3 ദിവസം. അതെ, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ആകാനുള്ള, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ചോ. പഠിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു അസിസ്റ്റന്റിനെ ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് എക്സാം ആവുന്നിടം വരെ. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട്. അതെ, ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് എവിടെ എടുക്കുന്നതെന്നൊക്കെ പഠിച്ചല്ലോ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന്. റെഡി അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം. 86 പഠിച്ചു. 87 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരെന്നാണ് ചോദിച്ചത്. നോക്കാം. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി പെടും. ജഡ്ജി ആയാലും പറ്റും. ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരുന്ന വ്യക്തി, അതും പറ്റും. കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി, പറ്റും. അതെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സംസ്ഥാന ജഡ്ജിയോ ചീഫ് ജസ്റ്റിസോ, കേട്ടോ, സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി ജഡ്ജിയോ ചീഫ് ജസ്റ്റിസോ ആയാൽ പറ്റും. അതേപോലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിലെ അതിന്റെ അകത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയാലും പറ്റും. അതായിരുന്നു ഒന്നാമത്തെ നമ്മുടെ ചോദ്യം, ഓർമ്മയുണ്ടോ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ സംസ്ഥാന ഹൈക്കോടതിയിലത്തെ ജഡ്ജിയോ ചീഫ് ജസ്റ്റിസോ ആയാൽ പറ്റും. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ആയാലും പറ്റും. മനസ്സിലായോ? അപ്പൊ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ആ ഒരു വ്യക്തി, അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ല ക്യാൻസൽ ചെയ്ത് പറയാൻ പറ്റും. റെഡി? ഇനി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ, അതായത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട, ഇത് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം, എങ്കിലേ നമ്മൾ ഹാപ്പി ആവും. എങ്ങനെ ഈ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായം പറയണം. പിന്നെ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട് പുത്തൻ, കേട്ടോ, ചെയ്യണേ ഇഷ്ടപ്പെട്ട. അപ്പം ആരോപിക്കപ്പെട്ട പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളതല്ല. അത് എത്ര നാളുമല്ല പഠിച്ച് സൂപ്പറായോ? ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നോ? ഞാൻ സൂപ്പറായിട്ട് എഴുതണം കേട്ടോ. സൂപ്പറായിട്ട് എഴുതാൻ വേണ്ടി നെഗറ്റീവ്സ് കുറയ്ക്കണം, കേട്ടെ, നെഗറ്റീവ്സ് കുറയ്ക്കണം. ഇനിയുള്ള ദിവസം കൊണ്ട് നിങ്ങൾ ഈ യൂണിഫോം ഇട്ട ആദ്യമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഒരു എത്ര ഫാക്ടേഴ്സ് അതിൽ വന്നു എന്നുള്ളത് എക്സാം എഴുതിയിട്ട് വന്ന് പറയണേ. ന്യൂ ആയിട്ട് മീറ്റ് ചെയ്യുമല്ലേ ഇപ്പം, അങ്ങനെയുള്ളവരുത്. ബാക്കിയുള്ളവര് ഓക്കെ അല്ലേ, നമുക്ക് അറിയാലോ. നെഗറ്റീവ്സ് കുറയ്ക്കണം. അതിന് നമ്മുടെ ആപ്പിൽ കയറുന്ന ക്യൂസ് എടുക്കണേ. ഞാൻ തപ്പി ഇരിക്കേണ്ട, ക്യൂസ ടെസ്റ്റ് സീരീസിലല്ല, ക്യൂസിന്റെ അകത്ത് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഫുള്ള് കിടപ്പുണ്ട്. 49 രൂപയുടെ ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസും അതിൽ കിടപ്പുണ്ട്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ശരി, അപ്പം ഇത് കിട്ടിയല്ലോ. 1 വർഷം വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തപ്പാൻ പറ്റത്തില്ല. നെഗറ്റീവ്സ് കുറച്ചിരിക്കണം. വെബ്സൈറ്റിലുണ്ട്. PDF എവിടെ കിട്ടും? ഫ്രീ ക്ലാസ്സസിന്റെ അകത്ത് കിടക്കും. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായിട്ടുള്ള നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കപ്പെടേണ്ടത്? അറിയാമോ? IG ആണെന്നുള്ളത് ഓർത്തു വെച്ചോണം. സെക്ഷൻ 27 പ്രകാരം. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിക്കേ, ഇത് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യുന്നത്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. മറക്കല്ലേ, ഇനിയും PSC ചോദിക്കും. അതെ, നിയമിക്കുന്നത് സംസ്ഥാനത്തായിട്ട് ഗവർണർ നീക്കം ചെയ്യണ പ്രസിഡന്റ്. ഓക്കെ, ശരി. നിയമനം നടത്തുന്ന ഗവർണറാണ് സംസ്ഥാനത്തില്, കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റ്. ഓക്കെ, ശരി. ശുപാർശ ചെയ്യേണ്ട കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ആര്? വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ എത്ര പേരാ മെമ്പേഴ്സ്? 3 അല്ലെ? ആരൊക്കെയുണ്ട് അതില്? സംസ്ഥാനമാണെങ്കിൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ നിയമസഭ സ്പീക്കർ, അല്ലെ? ഹ്യൂമൻ റൈറ്റ്സ് ആയിരുന്നെങ്കിൽ ഏതൊക്കെയായിരുന്നു? റീകളക്ട് ചെയ്ത് നോക്കിക്കേ. റെഡി അല്ലേ? ഇംപ്രൂവ്മെന്റ് വന്നു തുടങ്ങിയോ? പുത്തൻ ചോദ്യങ്ങൾ ഓരോന്ന് കിട്ടുന്നോറും ഡെവലപ്മെന്റ് വരുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കുന്നതിനുപരി ഡെവലപ്മെന്റും വരണം നമുക്ക്. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ എത്ര മണിക്കൂറിനകം കിട്ടണമെന്ന ചോദ്യം. 48 മണിക്കൂർ, അല്ലെ? 48 മണിക്കൂർ. കസ്റ്റഡി മരണം റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം ഓർമ്മയുണ്ടോ? കുറച്ചു മുന്നേ നമ്മൾ പഠിച്ച, കിട്ടുമോ നോക്കിക്കേ. കസ്റ്റഡി മരണം എത്ര മണിക്കൂറിനും റിപ്പോർട്ട് ചെയ്യണം. കമന്റ് ചെയ്യണേ, കാരണം എന്തായാലും അത് തപ്പുന്ന ഒരാളെങ്കിലും കാണും ഈ കൂട്ടത്തിൽ. ഓക്കെ, അടുത്ത് ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ലത് വരുമെന്ന് അറിയാമല്ലോ, അത്രേ ഉള്ളൂ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളവ ഏത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം. ഓക്കെ, ശരി. 5 വർഷം കാലാവധി. ഇപ്പൊ ബോണസ് ആയോ? 2019 ഭേദഗതി പ്രകാരം എന്തൊക്കെയെന്നുള്ളത് നമ്മൾ എത്ര തവണ പഠിച്ചതാ? അപ്പൊ അത് സെറ്റ് അല്ലേ? അപ്പൊ 5 വർഷം എന്നുള്ളത് തെറ്റ് അല്ലേ? ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ അങ്ങനെ PSC ക്യാൻസൽ ചെയ്ത്, കാരണം പഴയ ഓപ്ഷനും എടുത്തിട്ടുണ്ടാണ് വന്നിട്ടുള്ളത്, അല്ലേ? 3 വർഷം അല്ലായിരുന്നോ? ഓർമ്മയുണ്ടോ?
ഇവിടെ 3ഉം തെറ്റാണ്. 1ഉം 2ഉം ആയിരുന്നു ശരിയായിട്ട് വരേണ്ടത്. അങ്ങനെ ഇതായിരുന്നു ആൻസർ കീ ആയിട്ട് കൊടുക്കേണ്ടത്. പക്ഷെ 3 വർഷമായിരുന്നു ഇത്. എങ്കിൽ 1ഉം 2ഉം ആയിരുന്നു ശരി. അതുകൊണ്ട് ഇത് ക്യാൻസലാ. നമ്മൾ എക്സാം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണോ അല്ലയോ എന്ന് പോലും അറിയാതെ എക്സാം ഹോളിൽ ഇരുന്ന് വെപ്രാളപ്പെടും. ആങ്സൈറ്റി ഉത്കണ്ഠ വരും എന്ന് ഓർത്തോണം. അപ്പൊ എന്ത് ചെയ്യും? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളും മറക്കല്ല. മൊത്തം പഠിച്ചാലും അറിയാത്ത ചോദ്യങ്ങൾ വരും. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ള തോന്നൽ 100% വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കും. ഇത് നോർമലാ. നിങ്ങൾ ഇനിയുള്ള ദിവസം മാക്സിമം ക്യൂസസ് എത്രണ്ണം ചെയ്തോ അത്രയും മാർക്ക് കൂടും. എത്രയും ക്യൂസസ് ചെയ്തോ അത്രയും നെഗറ്റീവ് കുറയും. ഇത് മാത്രം ഞാൻ തരുന്ന വാക്ക. ഇത് നിങ്ങൾ ചെയ്യാതെങ്കിൽ ഇനിയുള്ള ദിവസം ഉഴപ്പത്തില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്യൂസിൽ പോയി അൺലിമിറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുക, രക്ഷപ്പെടുക. ഓക്കെ, അടുത്ത് നോക്കാം. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? വിവരാവകാശവുമായി ബന്ധപ്പെട്ടുള്ളതാ. അതേപോലെ എന്താ പറയാ, റൈറ്റ് ടു ഫ്രീഡവും സ്വാതന്ത്ര്യത്തിനുള്ളത് 19 അല്ലെ. 358 പ്രകാരം ഇത് ഇൻവാലിഡ് ആക്കാനും പറ്റും അല്ലെ. 20ഉം 21ഉം ഒഴികെയുള്ള എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻവാലിഡ് ആക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 359. ഇത് സ്പെഷ്യൽ ടോപ്പിക് അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ക്ലാസ്സസ് ഒക്കെ ചെയ്തിട്ടുള്ള ലാസ്റ്റ് കണ്ട് നോക്കണേ. ന്യൂ ആരൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടോ. നിങ്ങളെ ഇന്ററാക്ട് ചെയ്യാത്ത ഒറ്റ കമന്റ് പോലും കാണത്തില്ല. അതാണ് നമ്മുടെ ഫാൽക്കൺ. റെഡി? അടുത്ത് നോക്കിക്കേ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്. ഒഴിവാക്കൽ, അതായത് വിവരം വെളിപ്പെടുത്തുന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ, ചീഫ് മിനിസ്റ്റർ ഓഫീസിലെ വിവരങ്ങൾ കിട്ടുമോ? കിട്ടും. ആർമിയിലെ കിട്ടുമോ? ഇല്ല. വെള്ളിരാജ്യത്തെ രഹസ്യ വിവരങ്ങൾ കിട്ടുമോ? ഇല്ല. ഒരാളുടെ ജീവനെ ബാധിക്കുന്നതോ അവരുടെ മെഡിക്കലുമായി ബന്ധപ്പെട്ടുള്ളതോ? ഇല്ല, കിട്ടത്തില്ല. ഒരാളുടെ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുമോ? കിട്ടും. ഒരാളുടെ വസ്തുവിന്റെ വിവരങ്ങൾ കിട്ടും. ഓക്കെ. ISROയിലെ വിവരം കിട്ടുമോ? കിട്ടത്തില്ല. ISROയിലെ കിട്ടുമോ? ഇല്ല. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലേക്ക് കിട്ടുമോ? ഇല്ല. പിന്നെ അതേപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് കിട്ടുമോ? ഇല്ല. സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടത് കിട്ടത്തില്ല. പൊതുവായിട്ടുള്ള പബ്ലിക് ഒക്കെ ഇല്ലേ, അത് കിട്ടും. ഇതാണ് ബേസ് ആണ്. അപ്പം ഏതൊക്കെ വിവരം ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്നതും ഏതൊക്കെ വിവരങ്ങൾ കൊടുക്കരുത് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്നുള്ളത് PSC 100 തവണ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാ. സെക്ഷൻ 8ഉം സെക്ഷൻ 9ഉമാണ് വിവരം കൊടുക്കാതിരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ള സെക്ഷൻ. ഓക്കെ, പഠിച്ചോ? അതായത് ഇന്ന വിവരം ഒരാളുടെ ആരോഗ്യമോ ജീവിതത്തെയോ ബാധിക്കുന്ന ഒരു സാധനമാണ്, അത് കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ സെക്ഷനില്ല. സെക്ഷൻ 8ലും 9ലും. 8ആണ് PSC എപ്പോഴും ചോദിക്കുന്നത്. 9ലും അതുണ്ട്. റെയർ ചോദിച്ചിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ട സ്ഥാപനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഏതിലാ? സെക്ഷൻ 24ലാ. അതായത് ഏതൊക്കെയാ? ആർമി, നേവി, എയർഫോഴ്സ്, ആസാം റൈഫിൾസ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, CRPF, അങ്ങനത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, എല്ലാത്തിലും റിസർച്ച് എന്നോ ഡയറക്ടറേറ്റ് എന്നോ ഒക്കെ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും. ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റി പറയുന്നത് സെക്ഷൻ 24. വിവരങ്ങൾ കൊടുക്കുന്നതിനെ നിഷേധിക്കാൻ പറ്റുന്നതിനെ പറ്റി പറയുന്നത് സെക്ഷൻ 8, 9. ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ബൈഹാർട്ട് ആക്കിക്ക് ഉപയോഗം വരുവേ. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഞാൻ ചോദ്യം മറന്നു. ഇനി ഒന്നുകൂടെ ചോദ്യം വായിക്കട്ടെ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിട്ടുള്ളവയിൽ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏത് വിവരമാണെന്ന് ചോദിച്ചേ. ഏതാണെന്നറിയാമോ? ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സുരക്ഷതയും ബാധിക്കുന്ന വിവരങ്ങൾ കൊടുക്കുവോ? കൊടുക്കത്തില്ല. ഒഴിവാക്കും. ഇത് ഒഴിവാക്കും. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം ഉറപ്പായിട്ട് ഒഴിവാക്കും. അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ ഉറപ്പായിട്ട് ഒഴിവാക്കും. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, അവയ്ക്കുള്ള കാരണങ്ങൾ, അത് ഒഴിവാക്കത്തില്ല. ഉറപ്പായിട്ടും പ്രൈം മിനിസ്റ്റർ ഓഫീസ്, ചീഫ് മിനിസ്റ്റർ ഓഫീസിലെ വിവരങ്ങൾ ഷെയർ ചെയ്യും. ഒരു 12th ലെവൽ എക്സാം 2022 ചോദിച്ചിട്ടുള്ള ചോദ്യം അതാ. പ്രൈം മിനിസ്റ്റർ ഓഫീസിലും ചീഫ് മിനിസ്റ്റർ ഓഫീസിലെയും വിവരങ്ങൾ നമുക്ക് ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഈ ബാക്കിയുള്ള ഇതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കിട്ടിയോ? ഇത്രയും കിട്ടിയോ? അതെ, ഇച്ചിരി വെള്ളം കുടിക്കണേ, ത്രോട്ട് പ്രോബ്ലം. കൊതിയൊന്നും വെക്കല്ലേ. വെള്ളത്തിൽ ഇച്ചിരി ഇഞ്ചിയും ഉപ്പും കഷായം പോലെ കുടിക്കുക ഹെൽത്തിന്. മനസ്സിലായോ? ഷാർജ് അതൊന്നുമല്ല. അടുത്ത് നോക്കിക്കേ. മനോവിശ്ലേഷണ സിദ്ധാന്തം. ഇതല്ലേ നമ്മൾ പറഞ്ഞത് സൈക്കോ അനാലിസിസ്. അവൻ സിഗ്മണ്ട് ഫ്രോയിഡാ. അതിൻ്റെ അകത്ത് 3 സ്റ്റേജസ് ഉണ്ട്. എന്തൊക്കെയാ അറിയാവോ? ഏതൊക്കെയാ? ഇഡ് ഉണ്ട്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത് പിന്നീട് ഡെപ്തിൽ പഠിക്കാൻ സൂപ്പർ സംഭവമാണ് ഇത്. ഇഡ് ഉണ്ട്, ഈഗോ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ട്. ഓക്കെ. അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തത്തില് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അതിന്റെ മെയിൻ ആള്. ഓക്കെ. അതിന്റെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നറിയാമോ? ഘടന ഏതൊക്കെയാ? ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. SIയുടെ മെയിൻസിന്റെ അകത്തും ഒക്കെ ചോദ്യങ്ങൾ വരുന്നതായത് കേട്ടോ. ഇനി മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയോഗമാകുന്ന ആരോഗ്യകരമായിട്ടുള്ള
മനോസ്വാധ്വന രീതി ഏതാണ്? അപ്പൊ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കണം. ഞാൻ കിളി പോയിരുന്നു എന്ന് വിചാരിച്ചാൽ അപ്പൊ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഉപയോഗകരമായിട്ടുള്ള ആ രീതി ഏതാ? മാനസിക സമ്മർദ്ദം. ഇങ്ങനെയൊക്കെ ഇരുന്ന് വായിച്ചിട്ട് പോലും ഇത് ചിലപ്പോ ഇങ്ങനെ എക്സാം ഹോളിൽ വെച്ച് വായിക്കുമ്പോൾ എന്ത് പ്രഷറിലായിരിക്കും വായിക്കുന്നത്, എന്തുമാത്രം കിളി പോകും എന്നുള്ളതിന്റെ ലൈവ് എക്സാമ്പിൾ ആയിട്ട് വിചാരിച്ചാൽ മതി. അല്ലാതെ ആ എക്സാം ഹോളിൽ ഇരുന്നിട്ട് അയ്യോ എനിക്കിത് വായിക്കാനേ പറ്റുന്നില്ല അങ്ങനെ വിചാരിക്കരുത്. വേണ്ട, ഞാനിത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് വായിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല, ബ്ലാങ്ക് ആയി പോന്നെ. അപ്പൊ അത് നോർമലാണ്. നമ്മളെ ജഡ്ജ് ചെയ്യല് സ്വന്തമായിട്ട്. ഓക്കെ, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി പറഞ്ഞേ. ഇപ്പൊ പറയണം. ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ. എക്സാം ഹോളിൽ കയറുമ്പോഴേ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ. ആലോചിച്ചേ, എപ്പോഴും ഉണ്ടാവും. അപ്പം എക്സാം ഹോളിൽ പോയിരിക്കും നമ്മുടെ തല നിറഞ്ഞിരിക്കും. ഓ അത് കിട്ടുമോ ഇത് കിട്ടുമോ, എനിക്ക് ജോലി വേണം എന്നുള്ള ചിന്ത അവിടെ കിടക്കുമ്പോൾ നമ്മുടെ GK കയറി വരത്തില്ല. അപ്പോ ബോഡിയെ റിലാക്സ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്താ? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. കേട്ടോ, ഉപയോഗിക്കണേ. ഉപയോഗിച്ചിട്ട് പറയണം കേട്ടോ. അത് ഉപയോഗിച്ചവർ ആരൊക്കെ ഉണ്ട് ഈ ക്ലാസ് കാണുന്നത് കമന്റ് സെക്ഷനിൽ ഇടണേ. ബാക്കിയുള്ളവർ നോക്കും കേട്ടോ. ബാക്കിയുള്ളവർ നോക്കിക്കേ ഉപയോഗമായോ ഇല്ലയോ എന്ന്. നമ്മൾ എത്ര നാൾ മുമ്പ് പറയുന്നേ. അപ്പൊ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ വേണ്ടി കേട്ടോ, ശ്വസന വിശ്രാന്തി ഉപയോഗിക്കുന്നു. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആണ്. റെഡി അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിക്കേ. അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ കഴിവുകൾ തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാമോ ഏത് ഘട്ടത്തിലാ? ആത്മസാക്ഷാത്കാരം. ചോദ്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് എന്തായാലും. എനിവേ ഇത് പഠിച്ചു വെക്കണം അങ്ങോട്ട്, കാരണം ഇതിന്റെ കിളി കിട്ടുന്നില്ലല്ലോ. ഏത് ഘട്ടത്തിലാണ് ആത്മസാക്ഷാത്കാരം? ആത്മവിശ്വാസം, ആത്മസ്നേഹം, അന്വേഷണം, ആത്മസാക്ഷാത്കാരം. ഓക്കെ, ശരി, പഠിച്ചോ, പഠിക്കണേ. ശരി, നോക്കിക്കേ. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ ഉത്കണ്ഠ കണ്ടോ എത്ര നടത്ത് വരുന്നുണ്ടെന്ന് കണ്ടോ? റെഡിയല്ലേ? ശരി, അപ്പൊ അതിന് പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണെന്നറിയാം? ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ്? ആണോ? അല്ല. പേടി എന്തുവാ? അതെ, പാമ്പ് മുന്നിൽ വന്ന, പുലി മുന്നിൽ വന്ന പേടിയാ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ എവിടെ ഇരുന്ന് ക്ലാസ് കാണാലും തൊട്ടടുത്തൊരെണ്ണം വന്ന് പാമ്പ് കിടപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ? ജസ്റ്റ് ഒന്ന് നോക്കിയേരെ. അത് പറഞ്ഞ് ഉറപ്പായിട്ട് എല്ലാവരും നോക്കും, ഞാനും നോക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയേരെ. കണ്ടോ, അത് ഭയമാണ് അല്ലെ? എന്നാ അതിന് പകരം പാമ്പ് വന്നാലോ, വരുവോ, എന്തും അറിയത്തില്ല, വെപ്രാളം കിടന്നുകൊണ്ടിരിക്കും, ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കും. അത് ഉത്കണ്ഠയാണ്. അപ്പൊ ഭയവും ഉത്കണ്ഠ ഒന്ന് തന്നെയാണോ? അല്ല, അല്ലെ? അപ്പൊ ഒന്നുള്ളതൊക്കെ ക്യാൻസൽ ആക്കാമോ? ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ 3 ഓപ്ഷൻസും പോയോ? 2, 3 മാത്രം കിട്ടിയോ? എലിമിനേഷൻ ആണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. പാമ്പ് വന്നാലും പുലി വന്നാലും ഭയമാണ്. കഥ അടച്ചിട്ടു. ഇനി ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോട് ആശങ്കയാണ് ഉത്കണ്ഠ. അങ്ങനെ സംഭവിക്കാമോ? സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അങ്ങനെയാണെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ആകുമോ? ഇത് ഉത്കണ്ഠ. അതെ, വർക്കൗട്ട് ചെയ്ത ഹോർമോൺ തല പ്രൊഡ്യൂസ്ഡ് ആകും, പേടി കുറയും. ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ ഐഡന്റിഫൈ ചെയ്ത് ചിന്തകളെ ഉപേക്ഷിക്കണം. ഇത് വെറും ചിന്തയാണെന്നും എന്റെ ചിന്തകളല്ല തീരുമാനങ്ങളൊന്നും ഓർത്തു കഴിഞ്ഞാൽ മാറ്റം വരും. പെട്ടെന്ന് പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. പതിയെ 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 പോസിബിളാ. അത് മറക്കരുത് കേട്ടോ. അല്ല, നമ്മൾ എവിടെ പോയിരുന്നാലും അത് നരകമാണ്. അത് ആലോചിച്ചേ. 500 കോടി ഉണ്ടെങ്കിലും 1000 കൊല്ലം ആയുസ് ഉണ്ടെങ്കിലും സമാധാനം ഇല്ലാതെ ജീവിക്കണോ, ഇത് ചിന്തകളെ നിയന്ത്രിക്കണോ എന്ന് ആലോചിക്കണം കേട്ടോ. ചെയ്തെടുക്കാൻ പറ്റുവേ. നോക്കിക്കേ, അടുത്ത ഹൊവാർഡ് ഗാർഡനറുണ്ട്. ഗാർഡനർ മൾട്ടിപ്പിൾ IQ, മൾട്ടിപ്പിൾ ചെടി നടും ഗാർഡനർ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഹൊവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിഗത സ്വഭാവം ഏതാണ്? ശരി, നോക്കാം. ഏതാ വ്യക്തിഗത സ്വഭാവം ഈ കൂട്ടത്തിൽ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്? ഏതാണെന്നറിയാമോ? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവിനെയാണ് പറയുന്നത്. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നു, മെച്ചപ്പെടുത്തുന്ന കഴിവിനെയാണ് പറയുന്നത്. ഓക്കെ, ഇത് ടഫി, ഇതും ടഫി. പക്ഷെ അത് പഠിച്ചു വെക്കണം. സപ്പോസ് അത് കോപ്പി പേസ്റ്റ് വന്നു കഴിഞ്ഞാൽ കിട്ടട്ടെ. ബാക്കിയൊക്കെ ഓക്കെ, റെഡി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു സീരീസിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് തോന്നിയോ? ആരൊക്കെയുണ്ട്? എക്സാമിന് മുന്നേ ഇനിയും ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഫുൾ ലെങ്തും പിന്നെ അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ടെസ്റ്റ് സീരീസ് തരട്ടെ. ഇതിലൊരു അധ്യാപകൻ എന്നുള്ളതിനുപരി ഒരു എക്സ്പീരിയൻസ്ഡ് ഫ്രണ്ട് പറഞ്ഞു തരുന്ന പോലെ എടുക്കാൻ പറ്റിയോ? ഒരു ജഡ്ജ്മെന്റും വേണ്ട. നമ്മൾ മോശമെന്നോ അറിവില്ലെന്നോ അത് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓഫ് കോഴ്സ് 50 തവണ പഠിച്ച സാധനം മറന്നു പോകാറുണ്ട്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ ഇച്ചിരി ഉഴപ്പിയൊക്കെ നോക്കി കഴിയുമ്പോൾ ഇടയ്ക്ക് മറന്നുപോയിട്ട് സ്വന്തമായിട്ട് കുറ്റം പറയണ്ട. അത് നോർമലാ കേട്ടോ.
ഇനിയുള്ള ദിവസം കളയരുത്. അതാണ് പ്രധാനപ്പെട്ടത്. ആ യൂണിഫോമിനോട് ഒരു ആഗ്രഹവും ഇഷ്ടം ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം കൊണ്ട് അത് പറ്റും. ഒറ്റ കാര്യം ചെയ്താൽ മതി. നേരെ ആപ്പിന്റെ അകത്തോട്ട് പോകുന്നു. ആപ്പിൽ പോയിട്ട് ഇതിന്റെ അകത്തുനിന്ന് ക്യുസസ്, ആപ്പിൽ കയറുമ്പോൾ തന്നെ ക്യുസ് കാണാം. ക്യുസിൽ പോകുന്നു. കുത്തിയിരുന്ന് ഇത് ചെയ്തോ. ഫോൺ കുത്തിക്കൊണ്ടിരുന്ന് ജോലി കിട്ടുന്ന ഏക ആപ്പായി മാറും ഇത്. ഒന്നും നോക്കാനില്ല. വ്യൂ കണ്ടന്റിൽ കയറിയിരുന്ന് ഫുൾ ഈ ടെസ്റ്റ് സീരീസ് മൊത്തം അങ്ങോട്ട് ചെയ്തേ. ക്യുസസാ ഭയങ്കര ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ഇതിൽ പ്രോ ആയി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന്റെ ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് 49 രൂപയുള്ളൂ. 500 ചോദ്യങ്ങൾ, 5 ഫുൾ ലെങ്ത് എക്സാമുകൾ എഴുതാം. ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവാം. PDF ആണിത്. ഫ്രീ കോഴ്സസിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ അപ്ലോഡ് ആവും ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഫാൽക്കൺ. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നാക്കുളുക്കല് അത് ഇതൊക്കെ സ്വാഭാവികമാണ്. ഇംപെർഫെക്ഷൻസിനെ ഞാൻ ഇഷ്ടപ്പെടാൻ പഠിച്ചു. അതേപോലെ നമ്മുടെ ഫുൾ ലെങ്ത് എക്സ് സീരീസ് 49 രൂപയുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിക്കേ, നല്ല മാറ്റം വരും. ക്വിസസ് ഇന്ന് തന്നെ ചെയ്ത് തുടങ്ങണേ. 3 ദിവസം കഷ്ടപ്പെട്ടാൽ കിട്ടും. LPUP ഫൗണ്ടേഷൻ കോഴ്സ് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യും. 999 ഉള്ളൂ. ലോവസ്റ്റ് പ്രൈസ് ആണ്. ഹൈ ക്വാളിറ്റി ക്ലാസ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇതുപോലൊക്കെ തന്നെ നാക്കുളുക്കൽ വരുമോ? ഉറപ്പായിട്ടും വരും. അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്റെ. ഓക്കെ. അതുപോലെ ഡിഗ്രി പ്രിലിംസ് 999 ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണ്. അതും ക്വാളിറ്റി അതിന്റെ അയ്യോ സ്ലൈഡ് മാറിയില്ല. ഒരു സെക്കൻഡ് ഒന്നുകൂടെ. ഇതുപോലെ സ്ഥിരം നടക്കുന്നത്. LPUP 999, അതേപോലെ ഡിഗ്രി പ്രിലിംസിന്റേതും 999 റുപ്പീസിന് അത് കിട്ടും കോഴ്സ് കേട്ടോ. വിദ്യാരംഭം, കമ്പനി ബോർഡ് LGS, VFA ഇതൊക്കെ 699 ഈ പ്രൈസിൽ. ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ള യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കേ. ആദ്യമായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് 199 രൂപയേ ഉള്ളൂ. ടോപ്പിക് വൈസും എല്ലാം ഉണ്ട്. കമ്പനി ബോർഡ് LGSന്റെ ടെസ്റ്റ് സീരീസോ 99 രൂപയേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഒരു മാറ്റവും ഇല്ല. ക്വാളിറ്റിയിൽ 0 കോംപ്രമൈസ്, പ്രൈസിൽ ഹെവി കോംപ്രമൈസ്. പോട്ടെ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. കുത്തിയിരുന്ന് പഠിച്ചോ. ഇപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്യൂസ് ചെയ്ത് ബൈ ബൈ. താങ്ക് യു സോ മച്ച്.